കാവൽ പക്ഷികളെ കാവൽ പക്ഷികളെ ജീവിതമോഹപരാഗം പാകിയ സ്നേഹ പൂവുകളെ ജീവിതമോഹപരാഗം പാകിയ സ്നേഹ പൂവുകളെ ഉണരൂ
ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് മിശ്രയെ ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഐ വുഡ് ഇൻവൈറ്റ് കോംറേഡ് ശ്രീകാന്ത് മിശ്ര, ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ, ടു ദ സ്റ്റേജ്. LIC ഓഫ് ഇന്ത്യയുടെ കോഴിക്കോട് ഡിവിഷന്റെ സീനിയർ ഡിവിഷണൽ മാനേജർ ശ്രീ PV ശശീന്ദ്രൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്വർണ്ണ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനും ആശംസകൾ അർപ്പിക്കുന്നതിനും ശശീന്ദ്രൻ സാറിനെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ യോഗ നടപടികൾ നിയന്ത്രിക്കുന്ന നമ്മുടെ യോഗാധ്യക്ഷൻ, നമ്മുടെ ഡിവിഷന്റെ പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി സഖാവ് M ഗിരിജയെ ക്ഷണിക്കുന്നു. സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി കോംറേഡ് സെന്തിൽ കുമാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് കുഞ്ഞിഷ്ണേട്ടനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സഹോദര സംഘടനാ പ്രതിനിധികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് സുലൈമാൻ സഖാവ് എത്തിച്ചേരും. അദ്ദേഹത്തിൻ്റെ എത്തിച്ചേരുന്ന സമയത്ത് അദ്ദേഹത്തെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. സെൻട്രൽ ഗവൺമെന്റ് കോൺഫെഡറേഷന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് R ജയനേന്ദ്രകുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ട് സഖാവിനെ ക്ഷണിക്കുന്നു. FSCTയുടെ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ജില്ലാ സെക്രട്ടറി സഖാവ് ഷജീഷ് എത്തിച്ചേർന്നിട്ട് ഷജീഷിനെ ക്ഷണിക്കുന്നു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റ് കോംറേഡ് M മോഹനൻ, BSNL എംപ്ലോയീസ് യൂണിയന്റെ കേരള സർക്കിൾ അസിസ്റ്റന്റ് സെക്രട്ടറി കോംറേഡ് KV ജയരാജൻ, LIC പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷന്റെ വൈസ് പ്രസിഡന്റ് കോംറേഡ് TV വേണുഗോപാലൻ അദ്ദേഹം എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതാവ് സഖാവ് VK ദിലീപ് എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. NFIFWI ജില്ലാ കോഴിക്കോട് ഡിവിഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് PP ജയരാജനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് അബീഷിനെ ക്ഷണിക്കുന്നു. സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ LIC സെക്ഷൻ സെക്രട്ടറി സഖാവ് ദിനേശിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. സഹകളെ, ആദ്യമായി നമ്മുടെ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സഖാവ് ജനറൽ സെക്രട്ടറി IK ബിജുവോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചാവട്ടെ, നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ചാവട്ടെ, നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും സംബന്ധിച്ചാവട്ടെ, അതിനിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ 49 വർഷം നമ്മുടെ സമ്മേളനം ചേർന്നതിൽ നിന്നും തീർത്തും വിഭിന്നമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് പുറമെ അനേകം സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓഹരി ഉടമകളായി മാറിയൊരു സാഹചര്യം നമുക്ക് പുതുമയുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ചേരുന്ന സമ്മേളനം നമ്മുടെ ഓഹരി വിൽപ്പനയിലൂടെ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നമുക്ക് അനേക ഉദാഹരണങ്ങൾ തരുന്നുണ്ട്. വേണ്ട ചെറുത്തുനിൽപ്പ് ഉയർന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ സ്വകാര്യവൽക്കരണത്തിലേക്കും വിൽപ്പനയിലേക്കും അതിലൂടെ കൊള്ളയിലേക്കുമാണ് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ തടയിടാൻ നമ്മുടെ മുന്നിൽ നമ്മുടെ ആയുധമായിട്ടുള്ള നമ്മുടെ അധ്വാനം മാത്രമാണ്. ആ അധ്വാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളാണ് ഇത്തരം സമ്മേളനങ്ങളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനം മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളാകെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവും ജനങ്ങളുടെ ഐക്യവും അഖണ്ഡതയും ഒക്കെ വലിയ
വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യമാണ്. ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പിന്റെ വിത്തുകൾ വാരി വിതർന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള കരുത്ത് ആർജിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം സമ്മേളനങ്ങളിൽ ചേരുന്നത്. ആ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സംഘടനയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൽ ജോലി ചെയ്യുന്നവരുടെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഈ 2 ദിവസം കഴിഞ്ഞാൽ ഓഗസ്റ്റ് 1 നമ്മുടെ നിലവിലുള്ള സേവന വേതന കരാറിന്റെ കാലാവധി കഴിയാണ്. അതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്ന സാഹചര്യം. അത്തരം കാര്യങ്ങളും നമ്മൾ ഈ വിഷയങ്ങളോടൊപ്പം നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ചർച്ചകളിലേക്കൊക്കെ നമുക്ക് പോകാനാവുന്ന രൂപത്തിൽ സമ്മേളനത്തിലെ നടപടികൾ മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഒക്കെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് ശ്രീകാന്ത് മിശ്ര. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി ഉള്ള മാറ്റിവെക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒറീസയിൽ നിന്ന് അദ്ദേഹം സോണ് രൂപീകരിക്കപ്പെട്ട് പുതിയ സോൺ രൂപീകരിക്കപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാറ്റ്നയിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെടുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വീണ്ടും അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് അദ്ദേഹം പറിച്ച് മാറ്റപ്പെടുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ഒരു സീറ്റിൽ നിന്ന് പോലും ഉണ്ടാവുന്ന മാറ്റത്തെ പറ്റിയൊക്കെ നമുക്കറിയാം. അങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി ഇത്തരം ത്യാഗനിർഭരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ ഇന്നലത്തെ ഉറക്കത്തിന് ശേഷമാണ് ഇവിടെ ഇരിക്കുന്നത്. സഖാവ് ഉറങ്ങാതെയാണ് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി 2 മണിക്ക് അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടി വന്ന് ഇന്ന് രാവിലെ 6 മണി 7 മണിയോടുകൂടി കോഴിക്കോട് എത്തിച്ചേർന്ന് ട്ടുള്ള സഖാവാണ്. ഇന്ന് നമ്മുടെ സമ്മേളന നടപടികൾ പങ്കെടുത്ത് നാളെ ചെന്നൈയിൽ ഹൈദരാബാദിലേക്ക് മറ്റു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉദ്ഘാടന സെഷനിലും പിന്നീട് നടക്കുന്ന ജനറൽ കൗൺസിലിലും അദ്ദേഹത്തിന്റെ ഇടപെടലും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാവുമെന്നറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഐ വെൽക്കം കോമ്രേഡ് ശ്രീകാന്ത് മിശ്ര, General Secretary of All India Insurance Employees Association, to this our 50th Golden Jubilee Conference. സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി കോമ്രേഡ് ഗിരിജ, ഇതേപോലെ രാജ്യത്തുടനീളം ദൈനംദിനോളം സഞ്ചരിക്കുന്ന, അതിനിടയിൽ നമ്മുടെ കോഴിക്കോട് ഡിവിഷന്റെ സമ്മേളന നടപടികളിൽ 2 ദിവസം പൂർണ്ണമായി പങ്കെടുക്കുന്നതിന് വേണ്ടി എയുടെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുള്ള സഖാവാണ്. ഗിരിജയെ നമ്മൾക്ക് ഓരോരുത്തർക്കും സംഘടനയ്ക്കും വേണ്ടി ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോമ്രേഡ് സെന്തിൽ കുമാർ, നമ്മുടെ സോൺ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സെന്തിൽ കുമാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സീനിയർ ഡിവിഷണൽ മാനേജർ PV ശശീന്ദ്രൻ സാർ, നമ്മൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സംഘടനയുടെ ചരിത്രപരമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ സന്തോഷപൂർവ്വം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സീനിയർ ഡിവിഷണൽ മാനേജർ ശശീന്ദ്രൻ സാറിനെ നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എയുടെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് നമ്മളിൽ ഒരുവനായിട്ടുള്ള സഖാവ് PP കൃഷ്ണൻ, നമ്മുടെ ദീർഘകാലം നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് PP കൃഷ്ണനെ സ്നേഹ ആദരത്തോടുകൂടി നമ്മുടെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CITUവിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. പനി വീണ്ടും തലപൊക്കിയത് നമുക്കറിയാം. ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാവിലെയാണ് നമ്മൾ ക്ഷണിച്ചത്. ഇന്ന് രാവിലത്തെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെ സഖാവ് സുലൈമാൻക, CITU ജില്ലാ സെക്രട്ടറിമാരിലാണ് എത്തിച്ചേർന്നത്. സഖാവ് സുലൈമാൻകയെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ AIയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സോൺ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് കുഞ്ഞിഷ്ണേട്ടൻ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സഖാവ് കുഞ്ഞിഷ്ണേട്ടനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹോദര സംഘടനാ പ്രതിനിധികളായിട്ട് നമ്മുടെ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കോൺഫെഡറേഷന്റെ ജൈനേന്ദ്രകുമാർ, FSCTOയുടെ ഷിജീഷ്, ബേഫിയുടെ മോഹനൻ, BSNL എംപ്ലോയീസ് യൂണിയന്റെ KV ജയരാജൻ, LIC പെൻഷനേഴ്സ് അസോസിയേഷന്റെ TV വേണുഗോപാലൻ, ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷന്റെ VK ദിലീപ്, NFIFWയുടെ PP ജയരാജൻ, അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. KSGAയുടെ P അബീഷു എത്തിച്ചേർന്നിട്ടില്ല. ദിനേശൻ, സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയന്റെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ സമ്മേളനത്തെ ഏറ്റവും
ആകർഷകമുള്ളതും ഏറ്റവും ചരിത്രപരവുമായി മാറ്റുന്നത് അതിൻ്റെ മറ്റൊരു പ്രത്യേകത കൊണ്ടാണ്. നമ്മുടെ സുവർണ ജൂബിലി വർഷത്തിൽ ചേരുന്ന ഈ സമ്മേളനം ഈ സംഘടനയെ ഇത്രമാത്രം കരുത്തുറ്റതാക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ മുൻകാല നേതാക്കൾ, അവരെ ആദരിക്കുന്നതിന് വേണ്ടി ഈ സ്വർണ്ണ ജൂബിലി വർഷത്തിലെ ഈ സമ്മേളനത്തിൽ അതിൻ്റെ ഓപ്പൺ സെഷനിൽ തന്നെ ആ ഒരാദരവ് നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നൊരു സംഘടന ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാലം സംഘടന നയിച്ച വിരമിച്ചിട്ടുള്ള സഖാക്കളെ എല്ലാവരെയും, കോഴിക്കോടുള്ളവരെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കണ്ണൂരും മലപ്പുറവും ഉള്ളവരെ അതാത് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ നേരിട്ട് ചെന്ന് ക്ഷണിക്കുന്ന ഏറെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതിൽ 13 സഖാക്കൾ നമ്മുടെ സംഘടനയെ നയിച്ച് ഇത്രമാത്രം സംഘടന ഉയരത്തിൽ എത്തിക്കുന്നതിന്, കരുത്തുറ്റതാക്കി മാറ്റുന്നതിന് പ്രയത്നിച്ചിട്ടുള്ള നമ്മുടെ മുൻകാല നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് ബാസ്റ്റേട്ടൻ, KKC, PVR, മാമേട്ടൻ, കൃഷ്ണുണ്ണിയേട്ടൻ, AVS, PN സുകുമാരേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് നാരായൺ മോസ്, PN നമ്പീശൻ, സുനിൽ സദാനന്ദ് തുടങ്ങിയിട്ടുള്ള കുഞ്ഞുഷേട്ടൻ സ്റ്റേജിൽ തന്നെയുണ്ട്. തുടങ്ങിയിട്ടുള്ള സഖാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ BS യൂണിറ്റുകളിലെ നമ്മുടെ അംഗങ്ങൾ, നമ്മോട് സഹകരിക്കുന്ന ക്ലാസ് 1 ഓഫീസേഴ്സ്, ക്ലാസ് 2 ഓഫീസേഴ്സ്, താൽക്കാലിക ജീവനക്കാർ, സഹോദര സംഘടനാ പ്രതിനിധികളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ പ്രസിഡന്റ് സഖാവ് ബാഹുലേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതുപോലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സ്ഥാപനവും അതോടൊപ്പം തന്നെ സംഘടനയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സംഘടനയുടെ സുവർണ ജൂബിലി സമ്മേളനവും വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ എന്ന് പറയുന്നതൊന്നും തന്നെ പുതുമയല്ല. ഇത്ര കാലവും നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് പ്രതിസന്ധികളെ നേരിട്ട് കൊണ്ടും മറികടന്നും കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്ന നമ്മുടെ സംഘടനയാണ്. ആ സംഘടനാ ശക്തി ഉപയോഗിച്ച് തന്നെ ഇതിനെയൊക്കെ തന്നെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ സമ്മേളനം നമ്മൾ ആരംഭിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ഒരു നിര തന്നെ നമുക്ക് ഇന്നിവിടെ ലഭ്യമാണ്. നമ്മുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റിക്ക് ശേഷമാണ് നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ ഡിവിഷണൽ സമ്മേളനം കൂടിയാണിത്. നമുക്ക് സംഘടനയുടെ തീരുമാനങ്ങളൊക്കെ തന്നെ അവരിൽ നിന്ന് നേരിട്ട് ശ്രവിക്കാനുള്ള, അതുപോലെ തന്നെ അവരിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ഊർജ്ജം സംഭരിക്കാനുള്ള സമയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും വളരെ സന്തോഷമുള്ള കാര്യം ഇവിടെ ബിജു സൂചിപ്പിച്ച കാര്യമാണ്. നമ്മുടെ ഈ സംഘടനയെ ഇത്രയും കരുത്തുറ്റൊരു സംഘടനയായി വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ പൂർവ്വകാലത്ത് ഈ സംഘടനയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ സഖാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കൂടുതൽ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കൂടുതൽ സമയമെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ സമ്മേളനം വളരെ കൃത്യമായി തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ഇതിൽ പങ്കെടുക്കുക. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളെ ആദ്യാവസാനം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഉള്ളതുപോലെ തന്നെയുള്ള സൗകര്യം മുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ഹാളിൽ ആളെ കൊള്ളുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മുകളിലും അതിനുള്ള സംവിധാനം ഇതേപോലെ ഇത്ര ആൾക്കാർക്ക് തന്നെ അവിടെയും ഇരുന്ന് ഈ പരിപാടിയൊക്കെ തന്നെ കൃത്യമായി പങ്കെടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പുറത്താരും നിൽക്കരുത്, അവരിലൊക്കെ തന്നെ മുകളിൽ പോയി ഇരിക്കണമെന്നാണ് പറയാനുള്ളത്. കൂടുതലായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകാന്ത് മിശ്രയാണ്. ഐ റിക്വസ്റ്റ് കോമ്രേഡ് ശ്രീകാന്ത് മിശ്ര, ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ, ടു ഇനാഗുറേറ്റ് ദിസ് ഗോൾഡൻ ജൂബിലി കോൺഫറൻസ് ഓഫ് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ. Comrade President, Comrade PP Krishnan, the Vice President of AIA and President of South Zone Insurance Employees Federation, Comrade M. Girija, the Joint Secretary of AIA, Comrade T. Senthil Kumar, the General Secretary of South Zone Insurance Employees Federation, Comrade M. Kunni Krishnan, the newly elected General Secretary of All India Insurance Pensioners Association, and the son of the soil, our dear comrade, the senior DM of LIC Kozhikode Division, distinguished leaders
from different fraternal trade unions, the veterans, founder leaders and senior leaders, our guides of LIC Employees Union Kozhikode Division, comrades from LIC Pensioners Association, and my dear comrades, brothers and sisters. First of all, revolutionary greetings to all of you on the historic occasion of the Golden Jubilee Year Conference of LIC Employees Union Kozhikode Division. I am indeed extremely happy that in spite of so many hectic activities that the AIA is going through, I could ultimately make it to the Golden Jubilee Conference of LIC Employees Union Kozhikode Division. And I am happy not because I got an opportunity to interact with you, merely not because of that, but then LIC Employees Union Kozhikode Division, it has got a pride of place so far as the divisional units of AIA all over the country are concerned. Now, much before I came for the first time to Kozhikode, Kozhikode was always a source of inspiration for all of us in the undivided Eastern Zone. For the understanding of the comrades, the ideological and political understanding, the deep and abiding commitment to the ideology of the working class, empathy for the fellow comrades, and most important of all, the intervention of LIC Employees Union Kozhikode Division on social issues. These were the basic tenets because of which we had always believed that LIC Employees Union Kozhikode Division is a source of inspiration to all of us, particularly for comrades of my generation. So it is naturally a great source of inspiration. It is a great pleasure having the privilege of coming and attending the Golden Jubilee Conference of an organization like LIC Employees Union Kozhikode Division. So I would like to profusely thank the leadership of SZIF and Kozhikode Divisional Unit for having given this opportunity for me to come and be in your midst. And then, comrades, 50 years journey for a trade union, that to working amongst the middle class employees, it is not an easy job. Since you are having the Golden Jubilee Conference of LIC Employees Union Kozhikode Division, naturally the union was founded way back in the year 1972. And all the senior comrades sitting here, I don't venture to speak about the history of our nation, especially in the context or in the year when they were planning to build up this great organization. 1972, or particularly the 1970s, that was one of the most difficult period in the life of our nation. Like we see in India today, unfortunately, or as a matter of coincidence, some authoritarian tendencies were developing amongst our ruling class way back in the 1970s. We have heard of the great Bangladesh War. India won the Bangladesh War under the able leadership of late Srimati Indira Gandhi. And the nation was euphoric. So much so, a leading light of the then Johnson, the late Mr. Atal Bihari Vajpayee, he even went on to describe Mrs. Indira Gandhi
as an avatar of goddess Durga. Now, because of her commendable role in steering India to victory after the Bangladesh war, without going into the detailed history, I believe it would be sufficient to note 3 years before this war or 2 years before this war, Mrs. Indira Gandhi, I would say because of the compulsions of internal politics in the Congress party then, because of the tussle between the syndicate and indicate group in the Congress, she was forced to go for the nationalization of India's banking business. And this move to nationalize India's banking business, it had such a profound impact even amongst a section of the working class that a section of the left, particularly the CPI, they tended to believe that probably here is a Messiah of the working people in the persona of Mrs. Indira Gandhi. And they started branding her as the most progressive prime minister that India had ever had till that point in time. So these two particularly important developments, the nationalization of banks and subsequently India's decisive victory over the Bangladesh war, it gave so much of popularity to late Prime Minister Mrs. Indira Gandhi. She went on to establish herself as a leader in her own right. Not only she went on to establish herself as a leader in her own right, but she went on to portray herself as the biggest Messiah that has ever straddled on the earth on Indian soil. And this confidence, this popularity, it subsequently led to the political arrogance of Mrs. Gandhi, political arrogance of the Congress party, ultimately that culminated in the declaration of the internal emergency 3 years after that, we know. And alongside these three developments, there were three interrelated developments. Mr. Vajpayee describes Mrs. Gandhi as an avatar of Goddess Durga. Secondly, when the banking business was being nationalized, no less an authority, no less a leader than Mr. Atal Bihari Vajpayee, if you would remember, our senior comrades will correct me if I am wrong, Mr. Vajpayee stood up on the floor of Parliament and he opposed the nationalization of banking business in India. And if you go to the details, the debates of the Parliament of the 1969, late 60s, early 70s, you will find while Mrs. Gandhi was busy nationalizing the banking business in India, a great luminary of the then Johnson, Mr. Vajpayee, stood up to oppose bank nationalization on three grounds. Mr. Vajpayee said his party was opposed to the bank nationalization for three simple reasons, because for him bank nationalization was akaran in Hindi. Akaran means unnecessary. Anuchit, because it was improper. And thirdly, because it was asovaniya or it was ugly to look at. So simply put, Mr. Vajpayee opposed bank nationalization in 1969 on behalf of his party for the simple reason that bank nationalization was unnecessary
uncalled for, improper, and finally it was ugly. Now, if you would analyze carefully, the situation in India today, I would say, is strikingly similar. We are probably in the most difficult time in the life of our nation. Why do we say that we are in the most difficult time of our nation? Thanks to the victory in the Bangladesh war, thanks to the surge in popularity of Mrs. Gandhi after bank nationalization, she went on to become so authoritarian that not only she declared internal emergency in the country by freezing all the democratic rights of the people, notwithstanding the great democratic structure that we had in place even then. But those days, Mrs. Gandhi's government was the first government under whose stewardship there was not only a talk of freezing the wages of the working class, but even the wages of the LIC employees, the dearness allowance of the LIC employees were also impounded in the 1970s. And our senior comrades will explain you in great detail. The plan documents of India's fifth five-year plan, they described LIC employees as high-wage islanders. And Mrs. Gandhi became so powerful, she was so mad with power, she went on to become so authoritarian that she thought that the crisis that the Indian economy was going through because of India's war with Bangladesh, the reason for the crisis was not the war. She felt the reason for the economic crisis then was the high wage of the working class of India, including the employees of the Life Insurance Corporation of India. The situation probably is strikingly similar today. There is a great deal of similarity between the happenings in India of 1970s, while our comrades were taking the first step to form LIC Employees Union Kozhikode Division, and the situation that is confronting India today. What is the situation today? A great philosopher of the present times, a very famous writer, Christophe Jeffelot, he has written a beautiful book of late. That book is titled Modi's India. And the last 75 years history of independent India, Christophe Jeffelot has divided into three different periods of time. The period from 1947 till up to the 1990s, he says this was the period of conservative democracy in India. From the 1990s till the early 2000, Christophe Jeffelot says this was the period when Indian democracy was being democratized. And the third and final stage of India, post-2000 period, he calls it, this is the situation where India is having an ethnic democracy, so much so that this phase can be called an electoral autocracy. At a time when we are celebrating the Golden Jubilee Year Conference of LIC Employees Union Kozhikode Division, at a time when we are celebrating the 75 years of India's independence, at a time when we are celebrating the Azadi Ka Amrit Mahotsav, when the freedom of India, the 75th anniversary of Indian independence is being popularized in such a manner that right from Devalaya or temple
till up to the Shauchalaya or the toilets, everywhere you will find the poster of one gentleman proclaiming the 75th year of independence. At that precise moment, India today stares at a huge economic crisis, the magnitude of which, the gravity of which probably is as serious or rather worse than the economic crisis that we were confronting in the early 1970s. So this is the biggest similarity. Economic crisis of the 1970s and economic crisis today. And what is the economic crisis today? Thanks to the failed attempts at demonetization or the reckless move of demonetization, followed by the patchy implementation of the GST regime, and thirdly, to cap it all, the mindless lockdown that was announced in the immediate aftermath of the COVID pandemic, the Indian economy is in a grave crisis. The moment you open a television channel, you will start believing that India is a land of milk and honey. No TV channel would tell you, no pink paper would tell you what kind of crisis situation we are living in. But we know, because of the 2 years of the pandemic, the crisis that hit the Indian economy, this crisis is something unprecedented. 86% of the Indian households, they lost their livelihood during the 2 years of the Indian pandemic, COVID pandemic. It is true. As LIC employees, as bank employees, as employees working in the public sector, we did not face the wrath of the pandemic. We were having a very comfortable life, sitting at home, doing the so-called work from home. You know what work from home you did. I know what work from home I did. But during this precise period, 86% of the Indian households, they lost their livelihood. During these 2 years of the pandemic period, I don't have to give all the detailed statistics. During these 2 year period, 23 million salaried jobs were lost. During these 2 years of the pandemic period, the situation so happened that according to the Azim Premji University, not according to the AIA, the average income of 90% of Indian households, it was less than 10,000 rupees. During this period of the pandemic precisely, while a large number of our countrymen, the people, they were suffering the worst kind of penury and deprivation, at the same time, the rich section of Indian society, particularly 98 richest Indians, they amassed so much of wealth that the additional wealth generated by these 98 richest Indians, it amounted to $257 million. During these 2 years of the pandemic period, while an overwhelming section of the Indian people was suffering the pangs of hunger and poverty, it so happened one leading gentleman of India, the best friend of the Prime Minister of India, Mr. Gautam Adani, during the 2 years of the pandemic period, he increased his net wealth from $8.4 billion to $84 billion. What I mean to say is, comrades, the demonetization, the GST, and subsequently the pandemic, it made life hell for the common people of India. At the same time, the rich and the super rich, they amassed so much of wealth
that it gave rise to huge inequality in India, particularly during the 2 years of the pandemic period. And naturally, when a large section of the people are going through acute hunger and poverty, but a minuscule minority, they are increasing their material prosperity, how can this come about without there being any intervention from the political class? We know when Mr. Modi came to power, the first thing that he did in the year 2016 was he abolished the wealth tax in India. Just before the pandemic, in spite of all the prosperity of the rich and super rich in India, he gave away huge corporate tax concessions to the rich and super rich to the tune of around 1,75,000 crore. And because of the abolition of the wealth tax in India, because of the huge concession in terms of corporate tax, and particularly because the rate of corporate taxation was also brought down from 30% to 22%, so much so that LIC employees, the clerks in LIC, we are paying income tax at a rate of 30%, but Mr. Ambani is paying corporate tax at a rate of 22%, at times 15%. So Thomas Piketty, the world famous economist, who has done commendable work on the question of inequality, he says, inequality is neither economic nor it is technological. Inequality is neither economic nor it is technological. Inequality is out and out political and ideological. So while the entire economy is in a deep crisis, the ruling class in India, it gives a shrill cry that the only way to come out of this crisis is to sell away the whole range of the public sector enterprises in India to the private capital. So that very section of Indian society, which has amassed huge wealth during the pandemic period, the same rich and super rich, the same corporate class, they are being given on a platter the entire gamut of public sector enterprises in India. And today, in the name of this Atmanirbhar Bharat Yojana, the so-called self-reliant economic development program, the whole gamut of public sector enterprises in India are being privatized. Not only LIC is being put in the chopping block, general insurance is being privatized. The laws have already been passed in Parliament. And when the government could not pass the law to privatize all the general insurance companies in the public sector, you remember in the month of August 2021, marshals were roped in, elected members of Parliament, they were mercilessly beaten up in the Parliament, and the Jibna Amendment Bill was passed. Electricity undertakings have already been privatized. Coal has already been privatized. The roadmaps have been cleared for the privatization of BSNL, for the destruction of BSNL. And day before yesterday, again the government came out with a wonderful idea that is titled Revival of the BSNL. And in the name of revival of the BSNL, now BSNL is going to be destroyed and destabilized. The government owes huge sums of money. I believe there is one comrade from BSNL. He will speak on that. I need not go into that. But that is a blueprint to destroy the BSNL, whatever is still existing of the BSNL as a public sector mobile telephony company. Railways are being privatized. Ports are being privatized. Steel industry is being privatized. And we never dreamt in our lifetime atomic research agencies are being privatized. My son, he studies in an institute
directly under the control of the Department of Atomic Energy. For the last 2 years, the stipends have not been paid. We say, this is new India, India has become a global superpower. But the Department of Atomic Energy doesn't have any money to pay stipends to the so-called future scientists of India. Space research agencies are being privatized. Not only that, under the banner of the National Asset Monetization Pipeline, even the small park owned by the government or the municipal authority in your colony, that also is going to be sold off to the corporate sector. Stadium under the domain of the public sector, they are also going to be privatized. And if you don't believe, if you feel that I am telling you a big story, that stadium are also going to be privatized. One of our comrades in general insurance told me the other day, while we were in working committee meeting in Raipur, that one stadium in Kolkata, owned by the government of India, that has already been sold out to Mr. Adani. Because this is new patriotism in India today, the new Rashtra Dharma. Whatever is to be sold, that has to be sold to Mr. Adani only. So that's why Thomas Piketty says, inequality is not economic or technical, it is purely ideological and political. Right from airports to stadium, everything has to be sold to Mr. Adani only. That is the new Rashtra Dharma. And when this mad rush to privatize the public sector is going on, at that precise moment, there is a tremendous attack on public sector life insurance corporation of India and public sector general insurance companies in India today. So I told you, banks were nationalized, India scored a huge victory over Bangladesh in the Indo-Bangladesh war. And political popularity ultimately led Mr. Mrs. Gandhi to become an authoritarian ruler. Internal emergency was declared. And today, while the democratic rights of the people are under severe attack, when in Indian society today, religious polarization is taking in a scale, in a proportion that we never saw in the history of independent India. At that precise moment, our institutions, the public sector insurance industry, including a large number of industries in the public sector, they are under tremendous attack. Otherwise, you tell me, yesterday I was in a meeting of the regional rural bank employees. Naturally, their anger was understandable. They were asking me, comrade, you tell us, the regional rural banks in India, as on the 31st of March 2021, they had a deposit base of 5,62,000 crore. These regional rural banks, they made loans, sanctioned loans to the tune of 3,62,000 crores. Till March 2021, the investment of the regional rural banks in India, it was of the order of 2,98,000 crore. And finally, I am not speaking about LIC, I am speaking about regional rural banks. Their profits till the 31st of March 2021, this was more than 3,800 crore. While their advances are increasing by leaps and bounds, while the deposit mobilization is increasing, while the profitability of the regional rural banks is increasing, there is
tell me, comrades, how do you explain this kind of patriotism? How do you explain this kind of nationalism? The government of India, it conducts an annual survey called the Public Enterprises Survey. In the year 2021, in the month of August, the government placed a document on the floor of the Lok Sabha. That report was titled Central Public Sector Enterprises Survey. That was the 60th survey report of the Central Public Sector Enterprises in India. And this survey report of the Government of India itself, it says there were 256 central public enterprises in India by the end of March 2020. Out of these 256 central public sector enterprises, 171 public enterprises, they gave a profit of around 1,38,000 crore. And 84 public enterprises, they threw up a loss of around 44,000 crore. But in the net analysis, in the ultimate analysis, they were generating a profit of 1,48,000 crore, 1,38,000 crore. And most of these loss-making public enterprises, they were not in the private sector to start with. They were not in the public sector to start with. They were in the private sector, but they were nationalized by the government when they started incurring losses. Even then, the profit was 1,38,000 crore. The net assets of these public sector enterprises, net assets, they amounted to around 12,57,000 crore. The reserves and surplus of these public enterprises, they amounted to around 9,36,000 crore. And all these 256 central public enterprises put together, by way of central excise duty, customs duty, GST and other taxes, corporate taxes, they paid around 3,76,000 crore to the Government of India by the end of March 2020. But you have a government where the Prime Minister says the government has no business to be in business. The Prime Minister says public sector to paida hua hai marne ke liye, public sector is born to die, and they are declaring a policy of privatization of all the public sector enterprises. Is LIC a loss-making portfolio, loss-making enterprise? With justifiable pride we say, we started our long journey in 1956 with merely 5 crore of equity capital. And like it happens everywhere, yesterday also it happened with me. Once I met one former minister of the BJP while I was in Patna, Mr. Ravi Shankar Prasad. So when we met him early in the morning, he asked me, Mr. Mishra, could you tell me what is the asset of LIC? Those days LIC's assets were 28 lakh crore. So with all humility I told him, sir, the initial equity was 5 crore and now the asset of LIC, the assets under management are 28 lakh crore. You know na Mr. Ravi Shankar Prasad? So he didn't look at me, he was looking the other way, gave a sarcastic smile and told, Mr. Mishra, you should be aware, you are talking to a union minister of the Government of India, you should have your facts straight. Again I told him, sir, with all humility, my facts are so simple and straight that a worthy minister like you are not prepared to believe that a public sector institution, it can grow from 5 crore to 28 lakh crore. And today we LIC employees, the officers in LIC,
the agents in LIC, the development officers in LIC, the entire LIC family, we are proud to say we have grown from a mere 5 crore institution to a 39 lakh crore institution. Why are you bent upon destroying this great institution? The government says we are not privatizing. They say we want to rope in the retail investors so that the policy holders will become the real owners of the LIC. I don't know how the policy holders will become real owners of the LIC if the LIC loses its value in the stock market to the tune of almost 30%. It is another matter that the LIC will regain, the stock price will regain its glory and the price will go up. That is another story. But the question is, how can you strengthen the LIC by destroying the LIC in the first place? We are indebted to the people of Kerala because Kerala for LIC campaign, that is a huge campaign that the people of Kerala and the progressive movement in Kerala has taken up. We are very much thankful to you, comrades. Because LIC doesn't belong to any government. LIC doesn't belong to any Rahul Gandhi, Sonia Gandhi or Narendra Modi. LIC is a public sector. It is owned by the people of India. It is a different matter that the government does not recognize that the people are the real owners of this Life Insurance Corporation of India, or for that matter, any public sector institution. And in the name of the IPO, the LIC has been deliberately undervalued. An institution that commands over an asset base of 39 lakh crore, how do you judge that the embedded value of the LIC will be only 5,40,000 crore? And the most important question is, I would like to pose through you, through the people of Kerala, to the powers that be in India. How do you value the brand value of the Life Insurance Corporation of India? What is the brand value? One BJP MP once asked me very innocently, Misra ji, brand value kya hai bata dijiye? In Bihar, he asked me. I thought for a while, how do I explain what is the brand value? I told him, sir, I will narrate a simple incident. You will understand what is the brand value of LIC. Some time back, long back, around 10-15 years ago, a small newspaper in Gujarat, it came out with a news item that the ICICI Bank is in deep financial distress. The moment this news item came in a small Gujarati newspaper, people in places like Kozhikode, in Ernakulam, in Trivandrum, everywhere there was a big queue before the offices of the ICICI Bank because people wanted to withdraw their money from the ICICI. They thought this Gujarati paper has written an article, ICICI Bank is in the red. Hardly 10 days after that, there was a Minister of State for Finance in the ministry of Mr. Atal Bihari Vajpayee. His name was Anand Rao Atsul. He gave a statement in the business newspapers of India that LIC is going through deep financial crisis. LIC's days are numbered. So naturally, the people would have flocked the LIC offices. Certainly they would have come to you to withdraw their policies. We are proud when a small newspaper writes on ICICI Bank, all the depositors, they make a beeline before the ICICI Bank to withdraw their money because they were apprehensive their deposits are not safe with the ICICI Bank. But here, a Union Minister of State for Finance says that LIC is passing through deep crisis. No policy holder came to our office to inquire whether the LIC is going through any deep crisis. That is the confidence that the LIC has earned.
That is the trust and goodwill that the LIC has commanded in the market. So I explained to that gentleman, member of parliament, this is what is called the brand image, the brand value of the Life Insurance Corporation of India. And our simple question to the government of India today is, how do you value, how do you make an estimation of this brand value of the Life Insurance Corporation? But in spite of the huge protest all over the country, in spite of the epic struggle under the banner of the AIA, in spite of the joint struggle by the joint family in the Life Insurance Corporation of India, despite all the reasoned arguments against LIC's IPO, the government disinvested 3.5%. The shares were listed in the capital market. And today, unfortunately, they should not have gone ahead with the IPO. Over and above that folly, the timing itself was also very bad. What is the timing? The entire world capitalist market, it is in a turmoil. There is a bearish tendency in the world capital market now today. It is in doldrums. Inflation is raging all over the world. So much so that the leading economists of the world today, they have coined a new concept. On the one hand, inflation is increasing. At the same time, unemployment is also increasing. In India today, it is estimated the retail inflation is more than 7.1%. The wholesale inflation is more than 15%. Yesterday, the dearness allowance consumer price index, it came to our notice, you will be getting 54 slabs of DA. Because of this raging inflation, while there is inflation at the global level, there is also large scale unemployment also. And the leading economists of the world, they are calling it inflationary recession. And after all this, the war between Ukraine and Russia, there is a huge food inflation confronting humanity today. And especially when the capital market is in crisis, the Indian capital market is in such a crisis that during 1 year period, the capitalists and the foreign institutional investors, they have withdrawn around 2,60,000 crore from the Indian equity market. We don't know what kind of economics our finance minister had studied. At this precise moment, they forced the LIC to tap the capital market and they list the LIC and to go for 3.5% of its disinvestment. And that explains the declining value of the LIC stocks in the capital market. We must tell our investors that LIC's share price in the stock market, that is not reflective of the real value of the LIC. The share price might be going down, but what is the real value of the LIC? We are proud when we say that the LIC manages assets to the tune of 39 lakh crore. With justifiable pride, we would like to inform our policy holders, our investors, that the assets under management of the LIC, they are 16 times more than the assets of the second biggest life insurance company, that is the SBI Life. We are proud to say that the assets under management of the Life Insurance Corporation of India, they are more than 3 times the total assets under management of the total 23 private life insurance companies in India. So the real worth of the LIC, the real strength of the LIC, the intrinsic value of the LIC is much more than the value that is being discovered in the capital market. We must talk to our agent friends. We must talk to our development officers friends. We must talk to our marketing officials. We must give the necessary input so that the confidence is given to the prospective buyers of the life insurance policies.
if we give them the confidence that the ruling class in India, they might not be supportive of the Life Insurance Corporation, but the workforce of the LIC, the people of India, they are solidly behind the Life Insurance Corporation of India, so that in spite of the roller coaster ride in the Indian stock market, in spite of the declining value of the LIC shares in the stock market, we are proud. At the end of the month of May, the Life Insurance Corporation of India has registered a growth rate of 99% so far as its premium income is concerned. By the end of the month of May 2022, the LIC has registered a growth rate of 74% so far as the number of policies are concerned. So we know India better. The LIC is the number one player in the life insurance industry. It shall continue to be the number one player in the life insurance industry. And we are in South Zone. I need not tell you very good stories also. I'll be very happy to share with you. Our Madurai comrades, they have set a bright example. They gave a call that claim settlement, that is not the job of the mere claims department. The divisional union took upon itself as a responsibility. Let us at one team unite, form a claim settlement team and settle all the outstanding claims through a collective efforts. I am happy to share with you, when they started the movement, the divisional management went on supporting them, and within 6 months, there was a 16% growth in the renewal premium mobilization of Madurai division. This is what our units can do to see to it that the LIC retains its preeminent position in the market. A large number of our units all over the country are doing it. Hyderabad division and Secunderabad division, last 19th of January, the nationalization day of LIC, they gave a call for big business day. The union gave a call, and I am happy to share with you, the marketing manager, the manager sales, they came, they sat with our comrades as a team. Our comrades started phoning up the agents and development officers. On one single day, I repeat, on one single day, on the 19th of January 2021, Secunderabad division mobilized a premium income of 12 crore. Hyderabad division mobilized a premium income of 8 crore. If this is our ideological commitment to the Life Insurance Corporation, if this is our commitment, ideological commitment to the public sector as such, no power on earth can destroy the Life Insurance Corporation in spite of all the machinations. We have to see that the LIC continues in its onward march. And this was the understanding with which the working committee of AIA met at Raipur from 24th to 26th of this month. And the working committee took a decision. If this is our contribution to the LIC, if this is our ideological commitment to the LIC, so much so that during the period 2017 to 2022, even a back of the envelope calculation shows that the total premium income of LIC has registered a growth rate of 46% during the 5-year period. At a time when the growth rate of the Indian economy is going down, at a time when the growth rate of the Indian economy at one point of time it was minus 23.9%, we are proud, our institution, it has registered a decadal growth rate of more than 9%, so much so the total growth rate during the 5-year period is 46%. And then if you would examine the management expense ratio of LIC, without going into a detailed calculation, we can vouch for it, our management expenses ratio, because of the growth in the total premium income, this is one of the best in the industry. So the working committee felt
1st of August 2022, the new charter is due. You are going to place a new charter of demand, na? Are you aware or not, comrade? Fortunately or unfortunately, the last charter was such that a large number of our comrades, they don't feel the need of any wage revision now. And large majority of LIC employees, still they are left with huge surplus money thanks to the arrear payments. So the working committee decided, in spite of the difficult political situation, in spite of the difficult economic situation, and even on the face of the difficult economic situation, the Life Insurance Corporation of India, it has registered tremendous growth and prosperity during the last 5 years. And the working committee felt, if the total premium income has grown by around 46%, we should be liberal with the LIC management. We should be considerate with the LIC management. We will not demand 46% wage hike. We have decided we shall place a demand for 40% wage hike to the LIC management. And in all likelihood, the 11th of August, we are going to place the charter of demand to the chairperson of LIC. But the working committee also analyzed, placing a charter is an easy job. Any union can place a charter of demand. But wage struggle in a class divided society is the most difficult struggle, because the moment you demand increased wages from your employer, that means you are demanding a part of the profit of the employer or the ruler. So conceding higher wages, it amounts to conceding a part of the profit. And since it amounts to conceding a part of the profit, a wage struggle, necessarily it is a class struggle. And this class struggle, the wage revision struggle, is the most difficult class struggle so far as the working people of any society is concerned. And we have experienced in our own industry, our comrades in public sector general insurance, till now, their wage revision of 1st August 2017, that has not yet been concluded. And AIA has been trying to mobilize all the unions in general insurance. We formed a joint front. Under the banner of the joint front, some movement was launched. We generated the necessary heat. And now the situation has come to such a pass that the management is under tremendous pressure. The management has been harping upon the unions, please give us some time, we will settle your wage question. But comrade, we must remember, the wage revision is basically dependent upon two factors. The strength of the institution in which you are working, the LIC or public sector general insurance company. The second factor is the strength of the organization or the union which is leading the wage revision struggle. We know public sector general insurance companies, they have some problems relating to their financials because of the folly of the general insurance management, because of the inefficiency of the general insurance management, and because of the policies of the government of India. And secondly, the AIA is not as strong in public sector general insurance as it is in the Life Insurance Corporation of India. That is why, in spite of all our arguments, all the scientific basis of our demands, the wage revision. And today, the two prime instrumentalities, the two pillars of strength of the AIA in the LIC, are the two basic reasons because of which LIC employees today are placed in a comfortable situation. The strength of the LIC and the strength of the AIA, these two are precisely under attack by our ruling classes. There is a concerted attack on the LIC in the name of the LIC IPO. Constant moves are being made
to weaken the fundamentals of the life insurance corporation. At the same time, constant efforts, ideological efforts are also being made to weaken the fundamentals of our organization, the strength of the AIA, that is the ideological cohesion and unity of the employees. You just imagine what a tremendous work our forefathers must have done in the formative years of the AIA. 245 private life insurance companies were amalgamated. The Life Insurance Corporation of India came into being. Different work cultures, different working ambience, different psychologies, different attitude. So in spite of all the diversities, the founding fathers of the AIA, Comrade Saroj Chaudhary, Comrade Chandrasekhar Bose, Comrade Sunil Maitra, Comrade Sundaram, and our comrades in Kozhikode division, what tremendous sacrifice they quoted, what marvelous efforts they must have put in, so that this amorphous coalition, it developed as one organization, the All India Insurance Employees Association. And what was the basis of this unity? The basis of this unity is the ideological understanding of our comrades. The basis of this unity is the ideological cohesion of our comrades. The basis of this unity was the commitment to the ideology of the working class that was displayed in the rank and file of the AIA. Today, with the kind of religious polarization that is taking place in India, the unity of the working class is being sought to be wrecked by invoking religion. Day in and day out, efforts are being made to isolate the Hindu from the Muslim. Efforts are being made to isolate the Christians from the Sikhs. And a tremendous attack has been launched, particularly against the Muslim minorities. So there is growing political authoritarianism. You saw it in 1970s. The same authoritarian tendency, we are seeing it today. The same authoritarian tendency we were seeing in Sri Lanka. The media is trying to show it as if ये परिवारवाद के चलते श्रीलंका बर्बाद हो गया. Is it a fact that Sri Lankan society was destroyed because of परिवारवाद only? No. Sri Lanka was destroyed because of majoritarian politics. Sri Lanka was destroyed because of blind adherence to majoritarian politics and the growing authoritarian tendency. Like demonetization in India, your organic farming was forced down the throat of the farmers in Sri Lanka. The economy was destroyed. Gotabaya Rajapaksa went on to become a hero, like Indira Gandhi went on to become a heroine in the 1970s. And like one ruler, one gentleman, he is trying to be the Messiah of the Indian people today in India. And Sinhala, Buddhist majoritarian policy in Sri Lanka, it destroyed the very fabric of Sri Lankan society. Today, Hindu majoritarian policies, they are destroying the plurality of Indian society. And when our unity is under attack, when the people are divided, the nation can never remain united. Therefore, the AIA has given a call. When we are celebrating the 75th year of India's independence, we must unite. We must unite. Uniting, we must rekindle the noble values of the Indian freedom movement, so that the AIA has given a call to insurance employees in the life and general sector throughout the length and breadth of the country to celebrate 15th of August, the 75th anniversary of Indian Independence Day, by mobilizing the family members also, so that the noble values of the freedom movement can be rekindled.
along with that, comrade, there are a large number of pending issues, including the long delayed notification of the LIC board's recommendation of the improvements in the family pension. We were in central office on 12th of this month. We told the LIC management, any delay in giving relief to the pensioner, literally it amounts to denial of the benefit to the pensioner. A large number of our pensioner comrades have passed away. And you are the employer. You are managing assets to the tune of 39 lakh crore. You should not act as mere postman. With all the authority at your disposal, you should go talk to the government of India and see to it that the clearance is given to the LIC board's recommendation, the GIPSA board's recommendation to increase family pension at a uniform rate of 30%. The AIA shall follow it up definitely. There are a large number of other pending issues which we are taking up with the LIC management. We are hopeful in the coming few months' time, some issues will be resolved, and all other issues, the working committee has taken a decision. We shall be writing to the LIC management. We will be talking to the LIC management once again on the 11th of August, and we will try to see to it that all these pending issues are resolved. So I would request you, before coming to my refrain, let us all join hands, strengthen this marvelous institution, the Life Insurance Corporation of India. Let us join hands to fight against the privatization of public sector general insurance companies. Let us join hands to clinch once again a good wage revision for the employees. And finally, let us all join hands ideologically, through ideological cohesion, to protect the unity and integrity of India and strengthen our unity by way of our great movement, the All India Insurance Employee Association. With these few words, I come to my refrain, and with these few words, I declare the Golden Jubilee Conference of LIC Employees Union Kozhikode Division as having inaugurated. Thank you, comrades. Thank you, Comrade Srikanth Mishra, for your advices and encouraging words, which will help us in carrying forward our struggle to protect LIC in public sector. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡിവിഷണൽ മാനേജർ ശ്രീ പി വി ശശീന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു. Friends, very good morning to all of you. എല്ലാവർക്കും നമസ്കാരം. Our distinguished chief guest of this program, Sri Srikanth Mishra ji, General Secretary of All India Insurance Employees Association, distinguished leaders of LIC Employees Union, Sri Bahulayan, President of LIC Employees Union, our division, Sri I.K. Biju, General Secretary, Sri P.P. Krishnan, Vice President of All India Insurance Employees Association, Srimati Girija, Joint Secretary, All India Insurance Employees Association, Sri Senthil Kumar, General Secretary, South Zone Insurance Employees Federation, other invitees from other divisions, office bearers of LIC Employees Union, my senior colleagues, my dear friends. My greetings on this occasion of the Golden Jubilee celebration of the LIC Employees Union of Kozhikode, and I want to thank the office bearers of the divisional unit for this invitation. And today we are fortunate to have listened to our chief guest, Srikanth Mishra ji. I heard his name, but first time I am meeting him, and it was a wonderful, very thought-provoking, well thought out presentation which he has made, which has covered all the economic aspects, the economic scenario, what we are going through, the challenges the corporation is facing. In an all-encompassing speech, he has covered everything. I'm sure we are immensely benefited by his presence here. I thank him for his visit to our division also. And I also greet all of you once again on this occasion. Friends, as far as Kozhikode division is concerned,
with the support of all my colleagues, last year, Kozhikode division could do very well on all spheres of our operation. Actually, in the business front, I should especially say that in the South Zone, among the 13 divisions, Kozhikode division was the only division which could achieve new business budget on 2 counts. That is non-single premium and weighted received premium. This weighted received premium means we are giving a credit of 10% for the single premium. And we occupied many All India ranks in achievement of budget of non-single premium. With 107% achievement, we stood number 3 in the country. And in WRP achievement, we were number 7 in the country. There were only 7 out of the 113 divisions which could achieve the budget. So Kozhikode division was one among them. If you recall, my colleagues will recall, there was a close-ended plan, Budget Plus, which was open only up to 31st March. With the 96 crores collection, Kozhikode division stood number 1 in the country in that plan. On many other growth parameters also, Kozhikode division was among the All India top 5. So all these things are not possible without the support of each and every one of my colleagues assembled here. I want to appreciate the good work done by all of them on this occasion, and the journey will continue in the current year also, and I'm looking forward to your support. In the current year also, friends, we are doing well. We are occupying many All India rankings. We are sure that by the end of the year, we will be coming out in flying colors. And as Mr. Ji was mentioning, our division is almost growing at 93% in number of policies. Very good percentage of growth we are showing in all parameters, even though we are aware that last year it was COVID time. And base is small. Over that we are showing good growth rate. But you would have recalled what Mr. Ji was talking about the COVID pandemic period last year. It was a very tough period, and he said almost 2.3 crore jobs were lost. In spite of that, last year we could do very well. That shows the resilience and the strength of the division. And definitely, I feel that we can reach greater heights in the current year. Friends, as Mr. Ji was mentioning, we are also facing a lot of challenges. Even though our brand equity is so strong, as he was mentioning, nowadays savings market has entirely changed. It is not life insurance alone. We are facing a lot of challenge from the mutual fund companies who are garnering the maximum deposits from the market. If you ask me, in today's circumstances, it is the mutual fund companies. Even though we have products which are matching the features of mutual fund products like our ULIPs, we are not able to sell it in a big way. Our agents are not very comfortable in selling these products, even though efforts are there from our side to educate them and make them more aware of about the market, etc. Still we have to go a long way. So even though we are trying to meet these challenges, the challenges are very hard. And we are in a position, as somebody said, we have to run faster today to remain in the same place. So the challenges are manifold in many areas. My colleagues will agree, and they would have noticed that a large number of policies are maturing every year now. And the number of policies maturing is much more higher than the policy we are adding every year. This is also a challenge. We are not able to replace the entire number of policies which are going out. So what we are trying to do is we are trying to recruit more agents, improve the productivity, etc., and trying to reduce lapsation. These efforts are going on. But this is also a big challenge. Friends, you know, nowadays our age of our agent is almost same as our age, as I should say, like in the 50s, late 50s. And they are sometimes not able to converse or canvass and successfully close sales with the younger generation. That is also an issue. And we are finding it difficult to get new agents.
in the current scenario. So these are all the challenges which we are facing in the current times, and we are trying to overcome. Definitely, I'm sure with the support of the development officers, support of all of you, I'm sure we will be able to overcome these challenges. And we have, our zone, our division, we have taken up many steps to improve the persistency or to reduce lapsation. One such step which was taken by the division, and the entire, my colleagues will agree, branches were making calls to customers, especially during the COVID time. When we found that the renewal premium flow is coming down, our employees took special efforts to call the customers and remind them so that we get the renewal premium. Renewal premium is the lifeblood for the corporation. So this effort has paid some rich dividend. We have improved our persistency also. Similarly, reviewals, which is a very key process actually to keep the policies in force. And we don't wait for the revival campaign, and from the divisional office now we are sending almost 150 revival quotations every day, so that we will be able to get some very good policies revived. And above all, friends, what I want to tell you is that the efficiency with which we are working is shown in the number of complaints we receive. Grievance redressal, actually. I don't get many complaints at all. That shows we are working very efficiently, and in the branches our customers are given excellent service. That is the indication. So I want to appreciate all of you for that wonderful job you are doing. And yes, Mr. Ji was mentioning what Madurai division has done, what Hyderabad division has done. We can also do like that. And I'm getting the support, and in future also, especially in marketing, friends, the support from all of you is very, very important. We got an agency force of about 13,500 agents are there. But the activity levels, if you see, we are not able to activize them every month. So whenever we are having campaigns and all, I want your support to make them active and encourage. I want all of you to encourage our agents to produce more, so that ultimate aim of the growth and profitability of the division can be achieved. Kerala is one of the most prosperous society, and the potential is also very high. Like people spend a lot of money. If you go to a mall you go to Highlight Mall or Focus Mall, you can see how much people are spending nowadays. So market is very huge, and we should be able to tap that market. That is the responsibility vested upon all of us, and I'm sure with the support we will be able to succeed. Friends, in the initial remarks, I think Mr. Ji was mentioning son of the soil about me. I'm very happy that being a person belongs to this division and having this opportunity of leading a division, it is a very onerous responsibility, friends. Actually, it adds the responsibility. And everyone is looking forward to know what you are doing, like, whether you are successful, whether you are leading the division to profits, growth, etc. So I also know the pulse of the land, and because being born and brought up here, I know the people, the place, the pulse. So that is an advantage. And in Kozhikode division, we have got very good rapport with the team, the office bearers of LICU. We don't know, we keep always, we are always talking with them, and the dialogue is always on. Even if there is a conflict, we are always able to talk and sort it out. And I have their support also, always they support me. So I wish the relationship will continue like that, and we will use it for the benefit of the division, for the progress of the division, for the growth and profitability of the organization. And I want to again, like the public, see, I am quoting so many things from Mr. Ji's speech, because he has touched all the aspects. So he was talking about public sector companies and how many of them
are making profit and what is the net profit. See, some of them are making losses and all. But as public sector life insurance corporation, my wish is that we should stand out. We should be an outlier in performance. And we are now, and how far we can go. And we should unleash the full potential. We've got a lot of talent. LIC, there is no depth for talent, and highly talented team we have got. And if we are able to unearth our real talent and potential, we can scale greater glory. So I once again want to thank all of you for the support you are rendering to the division in your job, in your role. And once again, I want to greet all of you on this occasion of the 50th anniversary of the LICU Kozhikode. Thank you very much. LICയെ കരുത്തുറ്റ സ്ഥാപനമായി നിലനിർത്തുന്നതിൽ മാനേജ്മെൻറ്റിനോടൊപ്പം എന്നും സംഘടനയും ഉണ്ടാകുമെന്ന് ഉറപ്പുവരികയാണ്. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് CP സുലൈമാൻ അവർ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് ബാഹുലേൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകാന്ത് മിശ്ര, LIC എംപ്ലോയീസ് യൂണിയൻ്റെയും 50ാം സുവർണ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ രംഗത്ത് ജീവനക്കാരായിട്ടുള്ളവരുടെ സേവന വേതന വ്യവസ്ഥകളുടെ പുതുക്കേണ്ട സമയവും കൂട്ടി പറഞ്ഞല്ലോ. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും ഭാവിയും ചോദ്യം ചെയ്യപ്പെടുന്നൊരു ഘട്ടത്തിലാണ് സുവർണ ജൂബിലി ആഘോഷവും ആചരണവും നടക്കുന്നത്. ഈ സുവർണ ജൂബിലി ആഘോഷത്തിന് സെൻറ്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ്റെ അഭിവാദ്യങ്ങളും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. സഹാക്കളെ, ചായ സീറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആരും ശബ്ദമുണ്ടാക്കാതെ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ഇന്ത്യയുടെ വലിപ്പത്തിനനുസരിച്ച് വലിയ സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ഈ LIC രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ആശയും ആവേശവുമാണ്. കേവലം 5 കോടിയിൽ നിന്ന് 28 ലക്ഷം കോടിയിലേക്ക് എത്തിയത് മാത്രമല്ലല്ലോ, പോളിസി ഉടമകളടക്കമുള്ള ഇന്ത്യയിലെ മക്കളെ, അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. രാഷ്ട്രത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വലിയ സാമ്പത്തിക സഹായം നൽകാൻ, അത് പ്രകൃതിക്ഷോഭവും പ്രളയവും തുടങ്ങി ഇങ്ങോട്ടേക്ക് മഹാമാരി കാലഘട്ടത്തും നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് പെട്ടെന്ന് കടമെടുക്കാൻ ആവശ്യമായ ഒരു സാമ്പത്തിക ശേഷിയും എല്ലാമുള്ള ഈ സംവിധാനം ഇന്ന് എല്ലാവരാലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇന്ത്യൻ ഭരണാധികാരികൾ അതിൻ്റെ നയത്തിൻ്റെ ഭാഗമായി കൂടി ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രൗഢമായി ഇന്ത്യയുടെ ആരംഭം മുതൽ ദേശാൽക്കരണം തുടർന്നുകൊണ്ടെല്ലാം വിവരിക്കേണ്ടായി. അന്നും എതിർപ്പുണ്ട്. 2 പക്ഷം തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. ഇടതുപക്ഷവും വലതുപക്ഷവും. പലരും ഇപ്പോൾ ഇടതുപക്ഷമാണ് ശരിയെന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2 പക്ഷം തമ്മിൽ ഏറ്റുമുട്ടൽ അന്ന് മുതൽ ഉണ്ടായിരുന്നു. വാജ്പേയിയുടെ കാര്യം വിശദീകരിച്ചല്ലോ. ഇവിടെ ഇപ്പോ നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ തന്നെയാണ് LICയെയും ബാധിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, സമ്പദ്ഘടനയുടെ നിലനിൽപ്പ്. രാജ്യത്തിന്റെ സമ്പദ്ഘടന എങ്ങോട്ടാ പോകുന്നത്? നാണയത്തിന്റെ മൂല്യം കുറഞ്ഞ മുതൽ ഇങ്ങോട്ടേക്ക്. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ താറുമാറാകുന്നത് 1990 ശേഷമുള്ള ഈ നയത്തിന്റെ വ്യതിയാനമാണല്ലോ. ആ വ്യതിയാനത്തിന്റെ ഭാഗമായി തന്നെയാണല്ലോ ശ്രീലങ്ക ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റവാക്കിൽ കാര്യങ്ങൾ പറഞ്ഞു. പാകിസ്ഥാനും നേരിടാൻ പോവാണ്. ഇന്ത്യ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് വിശ്വസിച്ചുകൂടാ. സാമ്പത്തികമായി വിഭവശേഖരണത്തിന് പൊതുമേഖലകൾ അതിൻ്റെ ഓഹരി വിറ്റ് കാശുണ്ടാക്കണമെന്ന് ധനകാര്യമന്ത്രി ബഡ്ജറ്റിൽ അവതരിപ്പിച്ചപ്പോഴും രാഷ്ട്രത്തിന്റെ നയമതാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും വരാൻ പോകുന്നത് എന്താ? ഉൽപാദന മേഖലയെ ശ്രദ്ധിക്കാതെ തൊഴിലാളികളെ, കർഷകരെ, അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നം കൊണ്ട് രാഷ്ട്രത്തിന്റെ സമ്പത്ത് കെട്ടിപ്പടുക്കണം എന്ന് ആലോചിക്കാതെ കർഷകർ കഴിഞ്ഞ 1 വർഷക്കാലമായി സമരം നടത്തിയുണ്ടാക്കിയ അതിന്റെ ഭവിഷ്യത്ത്
രാഷ്ട്രം നേരിടുന്ന സാമ്പത്തിക ഘടനയുടെ തകരാറിന്റെ ഒരു ഘട്ടമാണ്. തൊഴിലാളികളെ വിശ്വാസത്തിലെടുക്കാതെ തൊഴിൽ മേഖല താറുമാറാക്കി നാളിതുവരെയുള്ള നിയമങ്ങളെ 40ഓളം നിയമങ്ങൾ കൂട്ടിക്കെട്ടി 4 സെക്ടറാക്കി അവരെ അന്യവൽക്കരിക്കാനുള്ള നയം രൂപീകരിച്ച് അത് പാർലമെന്റിൽ വെച്ച് പാസാക്കിയതിലൂടെ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത്, അതിന്റെ ഭാഗമായിട്ടാണ് ഓഹരി വിറ്റ് കാശുണ്ടാക്കണം, പൊതുമേഖല വിത്തിന് വെച്ചത് കുത്തുക എന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഏതൊരു തറവാടാണ് തകരാറാകാതിരിക്കുക? ഇന്ത്യ അങ്ങോട്ടാണ് പോകുന്നത്. ശ്രീലങ്കയും പാകിസ്ഥാനും മാത്രമാണ് എന്ന് ധരിക്കേണ്ടതില്ല, ഇന്ത്യക്കും ബാധകമാണ്. അതിന് വായ്പ വാങ്ങിയ ഏജൻസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വായ്പ എടുക്കുമ്പോഴുള്ള കരാറുകളാണ് പ്രശ്നം. ആ വിധം മേഖലയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ ചെന്നെത്തുമ്പോ ഈ രാജ്യത്തെയും വിറ്റ് തുലയ്ക്കുക എന്ന് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ പൗരനും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. LICയുമായി ബന്ധപ്പെട്ട രംഗത്ത് ജീവനക്കാർ അവരുടെ പ്രശ്നം, അതിന്റെ പോളിസി ഉടമകൾ അവരുടെ പ്രശ്നം, രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുമ്പോഴുള്ള മറ്റൊരു വിഷയം, അതിനേക്കാളൊക്കെ ഉപരി ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നേരായ വഴിക്ക് കൊണ്ടുപോകുന്നതിനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും വലിയ പങ്കുവഹിച്ചതാണ് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. ഇതിനൊക്കെ ചോദ്യം ചെയ്യപ്പെടാൻ എക്കാലത്തും പ്രതിപക്ഷം ഉണ്ടാകുമെന്നാണ് ധരിച്ചത്. പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിന് തുലം ഭയമില്ല, ഒരു തരത്തിലും അവരെക്കുറിച്ച് ആശങ്കയുമില്ല. വരുന്ന കാലത്തെ 40 വർഷം ഭരിക്കുമെന്ന് മാത്രമല്ലല്ലോ പ്രധാനമന്ത്രി പറഞ്ഞു, വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം കൈവരിക്കുമെന്ന് തന്നെയാണ്. 3/2 ഭൂരിപക്ഷം കൈവരിച്ചാൽ 75ാം വാർഷികം ആചരിക്കുമ്പോൾ പതാക ഉയർത്തുന്ന കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറയാത്ത പല കാര്യമുണ്ട്. ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുകയാണ്, ജനാധിപത്യം അസ്ഥിരപ്പെടുകയാണ്. അങ്ങോട്ടേക്ക് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്ത് കൂടി ഒരു നേർക്കാഴ്ചയെ നാം കാണേണ്ടതുണ്ട്. പാർലമെന്റ് ജനാധിപത്യത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ, മറിച്ച് ആവേശകരമായ ഒരു മാറ്റം നടക്കുന്നുണ്ട് ഇവിടെ. അതൊരു പക്ഷേ ശ്രീലങ്കയിലെ പോലെയല്ല, പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്ന പോലെയല്ല. ഇന്ത്യൻ തൊഴിലാളി വർഗം സുശക്തമാണ്, കർഷക പ്രസ്ഥാനം ശക്തിപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ മാർച്ച് 28-29 പണിമുടക്ക് ലോകം കണ്ട ഏറ്റവും വലിയ പണിമുടക്കിലേക്ക് പോയി. അതാണ് 33 കോടി പേർ പങ്കെടുത്തു. അതൊരു ചെറിയ മാറ്റമല്ല. LIC രംഗത്തും അതിന്റെ സംഘടനകളും നല്ല രീതിയിൽ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായി ഈ വേദിയിൽ അണിനിരക്കാം. ഭാവി പ്രവർത്തനത്തിൽ, പ്രക്ഷോഭത്തിൽ, പ്രചരണത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷത്തിന് CIT പ്രസ്ഥാനത്തിന്റെ എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തതായി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സഖാവ് M. ഗിരിജ സംസാരിക്കും. President of the conference, Comrade Shrikant Mishra, General Secretary of All India Insurance Employees Association, Comrade Sendal Kumar, General Secretary of South Zone Insurance Employees Federation, Comrade P.P. Krishnan, President of SSZIEF, Comrade Kunni Krishnan, General Secretary of All India Insurance Pensioners Association, leaders on the dais and off the dais, and my dear comrades. First of all, I, on behalf of the All India Insurance Employees Association and on my personal behalf, convey revolutionary greetings to one and all. Comrades, today we have assembled here in the 50th year conference of LICU Kozhikode Division. Today, whatever rights and benefits we are enjoying within the Life Insurance Corporation of India are the fruits of the struggles that have been launched by the organization all these years. And on this occasion, we have to thank all the former members and cadres and leaders of the organization. And today, Comrade Shrikant Mishra has explained in what difficult situation we have formalized our Charter of Demands, which we are going to place it to the management of Life Insurance Corporation of India. Of course, we have to prepare ourselves to launch a bitter struggle
to realize this charter of demands. Because in today's situation, when the attacks are mounting on the working class, when the attacks are mounting on the ordinary masses of the country, you, the people of Kerala, can proudly say that we are an example where you can say that there is an alternative. Here our government says which can be done for the betterment of the working class. One example I can quote here. In Tamil Nadu, when I was associated with CITU, there from the platform of Working Women's Coordination Committee, under the banner of CITU, we have been demanding that the employees, because if you go to the malls or jewelry shops or this cloth shops, you will be seeing more number of workers or women. So we were making demand that these shopkeepers, these mall owners should provide seating arrangement for their employees. We have been continuously struggling on this demand, but the LDF government in the state of Kerala has today made it mandatory by enacting that the employers should provide seating arrangement for the workers because they have been made to stand throughout the day. Similarly, you have made arrangement that whenever women come out for their work, be it on personal grounds or on the official duty, when they come out, there should be a short stay arrangement for them. And for that also your state is an example by showing that you have made arrangement in the Thiruvananthapuram by providing short stay arrangement so that the women can come out and tour and they can go back without any fear for stay arrangement. So when a small state like Kerala can do this, why not others? So now in very many areas, we could say that here is an alternative. So I think now we have to propaganda on these alternate policies and make people to realize that only if we make a change in the political policies, then only we can bring about the change in the standard of living of the working class people and ordinary masses of this country. I am sure your delegate session that is going to take place today and tomorrow will deliberate on all these aspects and take a decision and chalk out the future course of action to protect not only the life and living standards of the life insurance employees of LIC, not only to protect the life and living standards of the public sector general insurance corporation employees, but also to protect the livelihood of the working class in this part of the country. And I am confident that while implementing those decisions, you will be coming out in success true to the tradition of your division. And with this, I come to my refrain, and once again I extend my warm greetings to one and all. Thank you, comrades. Comrade General Secretary, ഒരു announcement നടത്തി. സാറുകളെ, നമ്മുടെ ഓപ്പൺ സെഷൻ്റെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടെ ഇതിൽ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻ ഭാരവാഹികളെ ആദരിക്കുന്ന ചടങ്ങാണ് അത്. നമ്മളെ കുറേയേറെ സഖാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാക്കൾ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച് ഒരൊറ്റ ഗോലല്ല നടത്തുന്നത്, നമ്മൾ ഓരോ പ്രസംഗങ്ങൾക്കിടയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളോടൊപ്പം സംഘടന നയിച്ച നിലകളിൽ നയിച്ചിട്ടുള്ള കഴിഞ്ഞ സമ്മേളനത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ച സഖാവ് പുന്നശ്ശേരി ഉൾപ്പെടെയുള്ള ചുരുക്കം ചില സഖാക്കൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ആരോഗ്യപരമായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേരാൻ പറ്റാത്ത സഖാക്കൾ അച്ചുവേട്ടൻ, രവിയേട്ടൻ ഉൾപ്പെടെയുള്ള സഖാക്കൾക്ക് കുറച്ചു പേർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അവരെയൊക്കെ നമ്മൾ ഈ അവസരത്തിൽ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളോട് സമ്മേളനത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത സഖാക്കളെ അവരുടെ വീടുകളിൽ ചെന്ന് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും അവരുടെ വീടുകളിൽ ചെന്നിട്ട് നമ്മൾ ഈ ആദരം അവർക്ക് കൈമാറുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ സഖാവ് ഗിരിജയുടെ പ്രസംഗത്തിന് ശേഷം നമ്മൾ
ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് സഖാക്കളെ ആണ് ഓരോ പ്രസംഗത്തിനിടയിൽ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നത്. താഴെ തന്നെ നമ്മൾ കയറുന്നതിനൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് താഴെ തന്നെ നമ്മളതിന് അറേഞ്ച് ചെയ്യുന്നത്. സഖാവ് പ്രസിഡന്റ് അതിനു വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തും. Comrade KKC Pillai, LICU President, General Secretary, Vice President, Joint Secretary എന്നീ ചുമതലകൾ വഹിച്ചു. സോണൽ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. നീണ്ട നൂറ്റാണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. സഖാവ് പി ഭാസ്കരൻ, LIC എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ നൂറ്റാണ്ടിലധികം നേതൃത്വം വഹിച്ചു. സഖാവ് പി ഭാസ്കരൻ. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സൗത്ത് സോൺ ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ടി സെന്തിൽ കുമാറിനെ ക്ഷണിക്കും. Comrade Bagulayan, President of this historic occasion, Comrade Srikanth Mishra, General Secretary, All India Insurance Employees Association, and other leaders on the dais, off the dais, and my dear comrades. On behalf of South Zone Insurance Employees Federation and on my own behalf, let me extend my warm greetings to you all. Comrade, Golden Jubilee is an important occasion for anyone, even in individual life also. Crossing 50 years is a very important occasion. On this historic occasion, once again I greet all the comrades of LIC Employees Union Kozhikode Division. I can, without any hesitation, I can say Kozhikode is one of the best, ideologically best division in our zone. Not only that, Kozhikode has produced so many leaders to our organization also, for which also I congratulate our Kozhikode comrades. I know with my little experience, I know the contribution of Comrade Achyutan, though he is not here, he is not able to make it here. Comrade Achyutan, Comrade Kunnikrishnan, Comrade Bhaskaran, Comrade KKC Pillai, Comrade Sukumaran Pondicherry. I can quote so many comrades. Even today, Kozhikode is giving leadership to our zonal federation, Comrade PP Krishnan and Comrade IK Biju. So the tradition, that legacy still continues. So for which also I congratulate our Kozhikode comrades. Not only that, here some of the newly recruited assistants are also taking part in this conference. On behalf of our organization, I welcome you, those comrades, to our fold, and for that also I must congratulate our Kozhikode comrades, because all the 26 comrades have become members of All India Insurance Employees Association. The efforts taken by our branch unit leadership and division union leadership, for which also I congratulate. Comrades, recently when going through the paper, some 4 or 5 months back, an interesting thing I have gone through. In the paper, it was mentioned that all along government is talking about ease of doing business. That article is about happiness index. In which country people are more happy? That list was published in that article. According to that article, people who are very happy, that first rank goes gone to Norway in that list. Second country is Denmark. Third country is Sweden. Fourth country is
Iceland, and fifth country is Switzerland, and list goes on. In that list, our India ranked in 118. Even Pakistan was in that list with 80th rank. So when India is in 118th condition, 18th rank, we can see how that happiness is going down in our country. Immediately something comes to my mind. If such kind of survey or such kind of thing is taking place in India, and which employees are most happy in our country, if such kind of survey has taken place, without any hesitation and with all humility, I can say LIC employees are very happy in this country because All India Insurance Employees Association has taken care of everything. Even after taking care of everything, now we are going to demand 40% wage increase from next Monday onwards. So we are in such kind of position because thanks to All India Insurance Employees Association. We are naturally eligible for what kind of or any kind of age revision because we ensured the growth of our organization during this period. See, in the year 1994, Malhotra Committee recommendations were come out. Malhotra Committee recommended 50% of shares of LIC to be disinvested in the share market. It is in the year 1994. Now we are in the year 2022. Almost after 28 years, we allowed this government, or this government made only 3.5% of disinvestment. Because during this period, such a powerful campaign we undertaken, not only that, we ensured the growth of this organization also. That is a very important aspect. Because of that, government is not able to implement its own agenda. Because from 50% to 25%, then 10%, 7.5%, 5%, lastly they settled with 3.5%. Because we made the government to afraid that whether it is able to sell the 5% of shares of LIC, because that growth is very huge. Not only that, because of our continuous opposition to this aspect. See, in the year 1996, if you take the performance of LIC of India, our individual premium income, I am talking about 1996, in that year our individual premium income is just 12,159 crores. Our PNGS department performance is 1,979 crores. Our pension, you will be surprised to know that figure. Our pension income is 40 lakh, near 42 lakhs. So our total premium income, total first premium income in 1996 itself is 14,181 crores only. If you take the figures of 2022, our individual premium income is around 55,000 lakhs. Our PNGS performance, it is almost 1,50,000 crores. That means our total premium income for the year 2022, first premium income alone, we have around 2 lakh crores. Our total premium income is 4,27,000 crores. Such a huge difference, such a huge growth in the business. That only made the government to think twice before going for disinvestment. So such kind of growth we have to ensure in the coming days also, and such kind of campaign, because the other day, still I remember, last year, February 19th, 2021, we met a finance minister of this country, Srimati Nirmala Sitharaman. Verbatim, what she told, verbatimly I can say, she told that you people are not permitting me to make an inch towards my goal. The same very word she used while we met her. We have handed over a memorandum against LIC IPO. She told that whenever we are trying to do something, immediately you people are coming to the streets and making huge noise against my policies. Because of that, I am not able to make an inch towards my agenda. In that way she spoke. Such kind of campaign and struggle we undertaken during this period. Because of that, the government, because of that only, government was afraid that LIC Amendment Acts also not coming as individual bill. They have clubbed it with the finance bill
and made all 27 amendments. Such kind of thing had happened this country because of our continuous struggle. That is one aspect. Not only that, another important aspect during this period is we have to, as told by your senior division manager, we have to keep the existing customers intact. That is also need of the hour, because every year, not only LIC, the figures say all insurance companies are losing 16% of its customers. It may be little more in LIC. So we have to discourage the surrender of policies, because by the way of surrender, not only institution loses the very good customer, that the development officer, agents and corporation losing on policies. Not only that individual policy holders is also losing more money. So any surrender, it is lost to all of us. So we should discourage surrender, that because getting a new customer, office or development office agent, they have to make another 2-3 times of extra money to make new person as our customer. So that we have to take care. That is also one important aspect during this period. With this, if we continue to if you continue to ensure the growth of our organization, definitely not only our wage revision, but making further disinvestment by the government, that will also be very difficult for the government. So it is the time to discuss about all those things, how to improve our business, how to protect our institution, at the same time how to get more and more benefits for the employees. All those things will be discussed in the coming delegate session. I am eager to, because after 4 or 5 years I am visiting Kozhikode. Otherwise I am every year used to visit our conferences and heard the discussion taking place in our Kozhikode, especially our Kozhikode division, because here more and more input I got from your discussion. So I am eagerly waiting to hear the discussions in Kozhikode divisions also. Based on this discussion, decisions will be taken, and I am hopeful that all the decisions will be implemented in toto in our Kozhikode division. With this, before concluding, I would quote only one thing. Comrade, in Kerala, there is a tagline, Kerala is God's own country. In same way, New Zealand is also having one tagline to attract visitors. New Zealand, their tagline is, if God visits this earth, the country where God would like to go, that is New Zealand. With all humility, I can also say, if God visits the earth, the union, if God chooses to join, that is All India Insurance Employees Association. With this, I reference. Thank you, Comrade. We resume our honoring ceremony. Comrade N.P. Kasmi, LICU India Vice President, Joint Secretary, എന്നീ ചുമതലകൾ ദീർഘകാലം വഹിച്ചു. Comrade N.P. Kasmi, Comrade P. Narayanan Nambishan, LICU India Vice President ആയി പ്രവർത്തിച്ചു. Comrade P.N. Krishnan Unni, LICU India Vice President ആയി പ്രവർത്തിച്ചു. Comrade N.P. Kasmi, Comrade P. Narayanan Nambishan, Comrade P.N. Krishnan Unni. നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നേതാവ് സഖാവ് കുഞ്ഞേഷനാട്ടൻ സംസാരിക്കുന്നതാണ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സഖാവ് ബാഹ്ലേയൻ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകാന്ത് മിശ്ര, എയുടെ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് എം ഗിരിജ, സൗത്ത് സോൺ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സെന്തിൽ കുമാർ, സൗത്ത് സോൺ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് പി പി കൃഷ്ണൻ, നമ്മുടെ സഹോദര സംഘടനകളിലെ പ്രിയപ്പെട്ട നേതാക്കളെ, എൻ്റെ ഗുരുഭൂതന്മാരെ, സഹാക്കളെ, ഞാനിങ്ങനെ ഇവർക്കൊക്കെ ഈ ആധാരം കൊടുക്കുമ്പം
സ്വർണം വല്ലതും കൊടുക്കേണ്ടത് നോക്കുമായിരുന്നു. അതില്ല. ഞാൻ വെച്ച് സുവർണ്ണ ജൂബിലി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു അരപ്പവൻ സ്വർണം ഇത് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് വളരെ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. അതായത് അതില്ലാന്ന് മനസ്സിലായി. സാറില്ല. ഏതായാലും നമ്മൾ ഈ സമ്മേളനം ഇവിടെ ചേരുമ്പോൾ അതിൻ്റെ ഗൗരവമായ ഒരു അന്തരീക്ഷത്തെക്കുറിച്ച് വളരെ വാചാലമായിട്ട് സഖാവ് ശ്രീകാന്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു ചിത്രം വരച്ചു വെച്ചു. നമ്മൾ നേടിയെടുത്തിട്ടുള്ള ശമ്പള പരിഷ്കരണം, നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാർക്ക് വേജ് റിവിഷൻ കിട്ടാത്ത കാര്യം, നമ്മുടെ മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമായിട്ട് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ അരച്ചു വെച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറം എനിക്ക് തോന്നുന്നത് ഉടനെ തന്നെ ഒരു പുതിയ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളത് ജീവനക്കാരുടെ ഇടയിൽ ഒരു ആവേശം ഉണ്ടാക്കുന്ന സംഭവമായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഇതെല്ലാം തന്നെ നമ്മുടെ സ്ഥാപനത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളുമായി ഏകോപിപ്പിച്ച് പോവുക എന്നുള്ളതാണ് വലിയ പ്രധാനമായിട്ട ഒരു വിഷയം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അധികം സമയം, കാരണം 2 ദിവസം സമ്മേളനത്തിലൂടെ എനിക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടുന്നതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കാം. പക്ഷേ 1-2 കാര്യങ്ങൾ ഈ യോഗത്തിൻ്റെ ശ്രദ്ധയിൽ വരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പട്ടികവർഗക്കാരിയായ ശ്രീമതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് ചുമതല ഏറ്റെടുത്തു. അതോടുകൂടി പട്ടികവർഗക്കാരുടെ എല്ലാ പ്രശ്നവും അവസാനിച്ചു എന്നാണ് ഭരണകൂടത്തിൻ്റെ നിലപാട്. അപ്പം ഞാനിങ്ങനെ ശ്രമിക്കുകയായിരുന്നു ഇവരെ എവിടുന്ന വന്നു, എന്ത് ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നാൽ അവർ ജീവചരിത്രമൊക്കെ വായിക്കുമ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലോടിയെത്തിയത്, ഭരണഘടന രൂപകൽപ്പന ചെയ്തപ്പം 10 വർഷത്തേക്കാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, സംവരണ ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. ആ 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നീട് പല പ്രാവശ്യമായിട്ട് നീട്ടുകയാണ്. അപ്പോൾ 10 വർഷം നീട്ടിയിട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിലെത്തിയിരിക്കുന്നത്. ആദ്യത്തെ 10 വർഷം കഴിഞ്ഞ് ഈ സംവരണം നീട്ടിക്കൊടുക്കണമോ എന്നുള്ള ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോൾ RSSന്റെ നേതാവായിരുന്ന അന്നത്തെ നേതാവ് വളരെ ശക്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസർ എന്ന പത്രത്തിൽ എഴുതിയത്, ഇത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു, ഈ കാര്യമേ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല, ഇത് നിർത്തേണ്ടതാണ്, ഇത് ആൾക്കാരെ ഭിന്നിപ്പിക്കുന്നതാണ്, ഇത് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവരുടെ ഭരണമല്ല, ഞാനത് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം ആരുടെ ഭരണം ശ്രദ്ധിക്കണം. അന്ന് അത് നിർത്തിയിരുന്നുവെങ്കിൽ, വാദത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരുന്നുവെങ്കിൽ, ശ്രീമതി മുർമുവിന് അന്ന് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊരു പക്ഷെ സ്കൂളിലേ പോകുമായിരുന്നില്ല, അവർ ഗ്രാജുവേറ്റ് ചെയ്യുമായിരുന്നില്ല, അവർ പഞ്ചായത്ത് മെമ്പർ ആവുമായിരുന്നില്ല, അവർ മന്ത്രി ആവുമായിരുന്നില്ല, അവരിപ്പോൾ നമ്മുടെ രാഷ്ട്രപതിയും ഗവർണർ ആവുമായിരുന്നില്ല, നമ്മുടെ രാഷ്ട്രപതിയും ആവുമായിരുന്നില്ല. ഈ ഒരു ചിത്രം നമ്മൾ ആലോചിക്കണം. ന്യൂനപക്ഷങ്ങൾ, ബലഹീനതയുള്ളവർ, പട്ടികജാതി വർഗക്കാർ, അവർക്കൊക്കെ മുൻനിരയിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർക്കൊരു ഊന്നൽ കൊടുക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സമൂഹത്തിൻ്റെ ഒരു ഇടപെടലിനും വേണ്ടിയിട്ടാണ് ഭരണഘടനാ ശില്പികൾ ഈ സംവരണമൊക്കെ ഏർപ്പെടുത്തിയത്. പക്ഷെ ഇപ്പം ശ്രീമതി മുർമു പ്രസിഡന്റായപ്പോൾ RSSന്റെ തന്നെ ജിഹുകളും അല്ലെങ്കിൽ അവരുടെ തന്നെ ഗ്രൂപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഡോക്ടർ അംബേദ്കർ പറഞ്ഞിരുന്നു അത്രേ എന്നാണ് പ്രചരിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിൽ പട്ടികവർഗക്കാരിയായിട്ടുള്ള ആദിവാസിയായിട്ടുള്ള ഒരു ആൾ രാഷ്ട്രപതിയായി തീരുകയാണെങ്കിൽ സംവരണം അന്ന് നിർത്താം എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞതായിട്ടാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾട്ട് ന്യൂസിന്റെ പത്രാധിപർ ഇപ്പം ജയിലിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടല്ലോ, അവരത് പരിശോധിച്ചു. അംബേദ്കർ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അംബേദ്കർ അങ്ങനെ പറഞ്ഞു എന്ന് പോസ്റ്റർ ഉണ്ടാക്കി, സർക്കുലർ ഉണ്ടാക്കി എല്ലാ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഉടനെ നമ്മളെ എന്താ ഒരു പെൻഷൻകാരുണ്ടല്ലോ, എല്ലാവർക്കും 10,000 1 ഇന്ത്യ 1 പെൻഷൻകാർ അത് ഏറ്റെടുത്തു. ശരിയാണ്, അത് ഉടനെ നിർത്തേണ്ട. മുഴുവൻ ആൾക്കാരും ഇത് വളരെ ശ്രദ്ധാപൂർവം ജനമനസ്സുകളിലേക്ക് ചില തെറ്റായ വികാരങ്ങൾ കുത്തിച്ചെലുത്താനും അത് നാളത്തെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇന്ന് ഭരണാധികാരികൾ നടത്തുന്നത്. അതുകൊണ്ടാണ് സഖാവ് ശ്രീകാന്ത് പറഞ്ഞത്, അന്ന് ആരായിരുന്നു ഈ ബാങ്ക് നാഷണലൈസേഷൻ വന്ന സമയത്ത് ശ്രീമാൻ വാജ്പേയി എടുത്ത നിലപാടെന്തായിരുന്നു? LIC രൂപീകരിക്കുന്ന കാലത്ത് ഹിന്ദു മഹാസംഘത്തിന്റെ സഭയുടെ പ്രതിനിധികൾ ലോക്സഭയിൽ എടുത്ത നിലപാടെന്തായിരുന്നു? അവരാണ് ഇന്നത്തെ ഭരണാധികാരികൾ. വളരെയധികം കലുഷിതമായ, വളരെയധികം ന്യൂനപക്ഷ വിരുദ്ധമായ, വളരെയധികം എല്ലാ വിഭജനങ്ങളും വിഭാഗീയതകളും സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ദർശനങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു കൂട്ടർ അധികാരത്തിലിരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല എങ്കിൽ, നമ്മൾ അരിയേഴ്സൊക്കെ വാങ്ങി ഒരുപാട് ഡെപ്പോസിറ്റൊക്കെ ഉണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ വിചാരിക്കും, അതൊന്നും അധികാലം പോവില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് വെച്ച് ഈ കൂട്ടായ സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും നമ്മുടെ പങ്ക്, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷനിലെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം
പങ്കെടുക്കുക മാത്രമല്ല നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. ആ പാരമ്പര്യം നിർവഹിക്കാൻ ഈ കോഴിക്കോട് ഡിവിഷനിലെ LIC എംപ്ലോയീസ് യൂണിയന്റെ മെമ്പർമാർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഈ 50ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ ഉയർത്തുന്ന സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ നോട്ടീസൊക്കെ നോക്കുമ്പോൾ ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് എന്നെ ഇവിടെ സംസാരിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പെൻഷനർമാരുടെ കാര്യം പറഞ്ഞേ പറ്റൂ. ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഈ വരുന്ന AIA വർക്കിംഗ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ പെൻഷനർമാരോട് മാനേജ്മെന്റും ഗവൺമെന്റും കാണിക്കുന്ന അവഗണനക്കെതിരായി അതിശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതും മറ്റ് പെൻഡിങ് ഇഷ്യൂസും കൂടി പരിഗണിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ പണിമുടക്ക് അടക്കമുള്ള പരിപാടികളായിട്ട് പോകണമെന്ന് AIA വർക്കിംഗ് കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ മുന്നോടി എന്നുള്ള നിലയിൽ ഈ ആഗസ്റ്റ് 4-ാം തീയതി ഫാമിലി പെൻഷൻ 30% പരിധിയില്ലാതെ എല്ലാവർക്കും നൽകണമെന്നുള്ള നമ്മുടെ വളരെ കാലത്തെ ആവശ്യം, വളരെയധികം സമ്മർദ്ദത്തിന് ശേഷം AIA-യുടെയും AIP-യുടെയും മറ്റെല്ലാം സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് LIC-യുടെ മാനേജ്മെന്റും ബോർഡ് അംഗീകരിച്ച് പ്രമേയം പാസാക്കി 2 വർഷം മുമ്പ് ഗവൺമെന്റിന് അയച്ചിട്ടുള്ളതാണ്. പബ്ലിക് സെക്ടർ ജനറൽ ഇൻഷുറൻസിന്റെ അപെക്സ് അംബ്രല ഓർഗനൈസേഷൻ ആയിട്ടുള്ള ജിപ്സ, ജനറൽ ഇൻഷുറൻസ് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് അസോസിയേഷൻ, അവര് പ്രമേയം അയച്ചിട്ട് 7 മാസമായി. ഇത് ഭരണത്ത് വെച്ച് കിടന്നുറങ്ങാണ് നമ്മുടെ ധനമന്ത്രിയും ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരും. ബാങ്ക് ജീവനക്കാർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞു. എന്താണ്, ഒരു ജീവനക്കാരൻ മരിച്ചുപോയാൽ അല്ലെങ്കിൽ ഒരു പെൻഷനർ മരിച്ചുപോയാൽ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുകയല്ല ഫാമിലി പെൻഷൻ. അദ്ദേഹം അവസാനം വാങ്ങിയിട്ടുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ 15% കൊടുക്കുന്നു. അത് 30% എല്ലാവർക്കും യൂണിഫോം ആയിട്ട് നടപ്പാക്കണമെന്ന് നമ്മുടെ ആവശ്യം വളരെ വൈകിട്ടാണെങ്കിലും അവർ അംഗീകരിക്കുകയും ആ അംഗീകരിച്ച ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റിലേക്ക് ശുപാർശ കൊടുത്ത് 2 വർഷത്തിലേറെ കാലമായിട്ടും അത് നടപ്പിലാക്കാതെ പെൻഷനർമാരോട് കാണിക്കുന്ന LIC ജീവനക്കാരോട് ഇൻഷുറൻസ് ജീവനക്കാരോട് കാണിക്കുന്ന ഈ അവഗണനക്കെതിരായിട്ട് ഓഗസ്റ്റ് 4-ാം തീയതി ഉച്ചക്ക് ലഞ്ച് റിസസ് സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് ഓഫീസുകളിലും ഡിവിഷണൽ ഓഫീസിലും സോണൽ ഓഫീസിലും യോഗക്ഷേമയിലും LIC-യിൽ പബ്ലിക് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെഡ് ഓഫീസിന്റെയും റീജിയണൽ ഓഫീസിന്റെയും മുമ്പിൽ പെൻഷനർമാരും കഴിയുന്നത്ര ഫാമിലി പെൻഷനർമാരും പങ്കെടുത്തുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തണം തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബലം നിങ്ങൾക്കറിയാം, ഇവിടെ ഇരുന്നവരുടെയൊക്കെ ആരോഗ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഇത് പോവില്ല. നിങ്ങളും കൂടി, നാളത്തെ പെൻഷനർമാരാണ്, അതും കൂടി ഓർമ്മ വേണം, നിങ്ങളും കൂടി ഇടപെട്ടാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആഗസ്റ്റ് 4-ാം തീയതി AIA സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതും കൂടി, ആ വികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഓഗസ്റ്റ് 4-ാം തീയതി നമ്മുടെ പ്രതിഷേധ സമരം ഈ രാജ്യത്തെ ആകെ ജനങ്ങളെ അവരുടെ പൊതുവായ അഭിപ്രായം രൂപീകരിക്കുകയും ഗവൺമെന്റ് തെറ്റായ നടപടികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഇതിനുള്ള ഒരു നാന്ദി എന്നുള്ള നിലയിൽ, സമരം എന്നുള്ള നിലയിൽ അതിനെ വിജയിപ്പിക്കുന്നതിന് നിങ്ങളുടെ പരിപൂർണ സഹകരണം വേണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ പെൻഷൻ സമരം ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ഓഫ് ട്രേഡ് യൂണിയൻസ്, പബ്ലിക് സെക്ടർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിസർവ് ബാങ്ക്, നബാർഡ്, LIC, GIC, പബ്ലിക് സെക്ടർ ബാങ്കുകൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ജോയിന്റ് ആക്ഷൻ കമ്മിറ്റീൻ്റെ സംഘാടകനും ചാലക ശക്തിയായിരുന്നു സഖാവ് സുന്ദരം, നമ്മുടെ ജനറൽ സെക്രട്ടറി. NCBയുടെ നേതാവായിരുന്നു അന്നത്തെ അതിൻ്റെ കൺവീനർ. സഖാവ് സുന്ദരൻ 98-ലാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞത്. ഇപ്പം ദിവംഗതനായിട്ട് 4 വർഷമായി. സഖാവത്തിന് സുന്ദരത്തിൻ്റെ ഭാര്യ ശ്രീമതി പുനിത സുന്ദരത്തിന് കിട്ടുന്ന ഫാമിലി പെൻഷൻ 5300 രൂപയാണ്. അവർ താമസിക്കുന്ന ഹൗസിംഗ് സൊസൈറ്റിയിൽ 6000 രൂപ സർവീസ് ചാർജ് ഉണ്ട്. അവരെന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഈ ബാക്കി തുകയും എനിക്ക് ജീവിക്കാനുള്ള തുകയും ഞാൻ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോൾ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഷ്ടപ്പെടുന്ന, ഞാനൊരു ഉദാഹരണം മാത്രം പറയണം, അതിനേക്കാൾ കുറഞ്ഞ പെൻഷൻ വാങ്ങുന്ന ഫാമിലി പെൻഷൻ വാങ്ങുന്ന ഫാമിലി പെൻഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ അപ്ഡേഷൻ നടക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻ റൂൾസ് അനുസരിച്ചിട്ടാണ് അപ്ഡേഷൻ നടക്കേണ്ടത്. അതനുസരിച്ചിട്ടാണ് നമ്മുടെ പെൻഷൻ റൂൾസ് ഉണ്ടാക്കിയത്. പക്ഷെ അതൊന്നും ബാധകമല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ആണ് മുൻപേ പിരിഞ്ഞവർക്ക് പലർക്കും തുച്ഛമായ തുക 17,000 രൂപ, 12,000 രൂപ, 13,000 രൂപ പെൻഷൻ എന്ന് പറയുന്ന തുക കിട്ടുന്നുണ്ട് എന്ന് ആശ്വസിക്കാമെന്നല്ലാതെ അവരുടെ ജീവസന്ധാരണത്തിന് പറ്റാത്ത തുകയാണ്. അതുകൊണ്ട് പെൻഷൻ അപ്ഡേഷൻ തുടങ്ങിയിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭ രംഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തീർച്ചയായിട്ടും അതിലും നിങ്ങളുടെ സഹകരണം വേണം. ഇതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ പറയണം. മാനേജിംഗ് ഡയറക്ടർ തസ്തികയിൽ എത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറി, ചെയർമാനെ കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറി റാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് ആ നിരക്കിലാണ് ശമ്പളം. പിരിഞ്ഞു കഴിഞ്ഞാൽ
അവരുടെ പെൻഷൻ കൊടുക്കേണ്ടത് LIC ആണ്. നമുക്കൊക്കെ പെൻഷൻ തരുന്ന ഫണ്ട് എന്നാ കൊടുക്കേണ്ടത്. ഈ അടുത്ത കാലത്ത് സെൻട്രൽ സിവിൽ സർവീസ് പെൻഷൻ റൂൾസിൽ ഒരു മാറ്റം വരുത്തിയിട്ട് LICയുടെ മാനേജിംഗ് ഡയറക്ടർമാരും ചെയർമാനും റിട്ടയർ ചെയ്താൽ അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കുന്ന തോതിലുള്ള പെൻഷൻ നൽകണമെന്നുള്ള ഭേദഗതി നിയമം വരുത്തിയിട്ടുണ്ട്. അത് ബാധകമാക്കിയിട്ടുണ്ട്. നമുക്കില്ല, ഒറ്റയാൾക്ക് കൊടുത്തിട്ടില്ല. ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള ഒരു ഭേദഗതി സിവിൽ പെൻഷൻ റൂളിൽ മാറ്റം വരുത്തുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന നമ്മുടെ ചെയർമാനും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ കാര്യത്തിൽ കാണിക്കുന്ന അവഗണന, അവർ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആനക്കാനയുടെ ബലം അറിയണം. 39 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ഒരു സ്ഥാപനത്തിന്റെ അധ്യക്ഷൻ, സെക്രട്ടറി റാങ്കിലുള്ള ഒരാള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസ് ഓഫീസർമാരെ മുമ്പ് പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ടല്ല. അവിടെ കസേര വലിച്ചിരുന്നിട്ട് മേശക്കടിച്ച് വർത്താനം പറയാൻ പറ്റണം. അങ്ങനെ പറ്റിയ ചെയർമാന്മാരുണ്ടായിരുന്നു ഇവിടെ. ആ നിലയിലേക്ക് അദ്ദേഹത്തിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരമാക്കി ഇതിനെ മാറ്റാൻ സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ബാക്കി ഒരു പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടർ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയും, ഈ 50 വർഷത്തിൽ 73 ഏപ്രിൽ 7-ാം തീയതിയാണ് നമ്മുടെ സംഘടന ആരംഭിച്ചത്. 74 നവംബർ 27 ഈ സ്ഥാപനത്തിൽ വന്ന ആളാണ് ഞാൻ. ഏതാണ്ട് 49 കൊല്ലമായിട്ട് ഈ യൂണിയനുമായിട്ടും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ഈ യൂണിയൻ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഈ കെട്ടിടം തന്നെ നമ്മുടെയൊക്കെ ഹൃദയരക്തമാണത്. അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ കൊടുക്കുന്ന നേതൃത്വം, അവർ കാണിക്കുന്ന വഴികാട്ടൽ, അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ സമ്മേളനം എടുക്കുന്ന തീരുമാനം അക്ഷരത്തിലും അർത്ഥത്തിലും നടപ്പിലാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. കോമ്രേഡ് PN സുകുമാരൻ, ജോയിന്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് ട്രഷറർ എന്നീ പദവികൾ വഹിച്ചു. കോമ്രേഡ് PN സുകുമാരൻ. കോമ്രേഡ് സുനിൽ സദാനന്ദൻ ദീർഘകാലം ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. കോമ്രേഡ് സുനിൽ സദാനന്ദൻ. കോമ്രേഡ് കുഞ്ഞികൃഷ്ണൻ, കോമ്രേഡ് PN സുകുമാരൻ, കോമ്രേഡ് സുനിൽ സദാനന്ദൻ being honored by our chief guest, Sri Srikant Mishra. സഹാക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നിരവധി സഹോദര സംഘടനകളുടെ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി സഖാവ് R. ജയനേന്ദ്രകുമാർ. ആദരണീയനായ അധ്യക്ഷൻ, മറ്റും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രതിനിധി സഹാക്കളെ, ആദ്യമായി ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിൻ്റെ ഊഷ്മളമായ അഭിവാദ്യം അർപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും ലോകത്തും LPG നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സവിസ്തരം നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ഇവിടെ വിവരിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യത്ത് തുടക്കത്തിൽ LPG നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് നടപ്പാക്കിയപ്പോൾ അന്ന് ലാഭത്തിലോടുന്ന സ്ഥാപനങ്ങളെയാണ്, അതല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലോടുന്നതിനാണ് സ്വകാര്യവൽക്കരിക്കുന്നു എന്ന് ധരിച്ചിരുന്നെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി.
നഷ്ടത്തിൽ ഓടുന്നതാണ് എന്നാണെങ്കിൽ അതും തെറ്റിപ്പോയി. ലാഭവും നഷ്ടവുമല്ല, പൊതുമേഖലകളാണോ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണോ എന്നൊന്നും നോട്ടമില്ലാതെ സ്വകാര്യവൽക്കരിക്കുന്ന പരിപാടിയുമായിട്ട് അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണെന്ന്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് P&D എന്ന് പറയുന്നത്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് നല്ല നിലയിൽ പോകുമ്പോൾ പോസ്റ്റലിനെയും ടെലികോമിനെയും ഈ നയത്തിന്റെ ഭാഗമായി രണ്ടായിട്ട് മാറ്റണം എന്നുള്ള ധാരണയിൽ അന്ന് ഇവിടെ എനിക്ക് അടുത്ത് സൂചിപ്പിക്കാനുണ്ട്, BSNLന്റെ നേതാവ് ഇവിടെ ഉണ്ട്, അദ്ദേഹം സൂചിപ്പിക്കും. എന്നിരുന്നാലും ഞാനൊരു വാക്ക് സൂചിപ്പിക്കുകയാണ്. BSNLനെ അല്ലെങ്കിൽ ടെലിഫോൺസിനെ അടർത്തി മാറ്റുകയും പോസ്റ്റലിനെ സേവനം എന്നുള്ള നിലയ്ക്ക് സർവീസ് മേഖല എന്നുള്ള നിലയ്ക്ക് മാറ്റുകയും ചെയ്ത് രണ്ടും രണ്ടായപ്പോൾ നമ്മളെല്ലാം ധരിച്ചിരുന്നു BSNLിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് നല്ല നിലയിൽ ലാഭത്തോടു കൂടി മുന്നോട്ട് പോകും, നല്ല നിലയിൽ പോകും എന്നുള്ളത്. അത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ്. അതേപോലെ സേവന മേഖല എന്നുള്ള നിലയ്ക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് വേറെ പ്രവർത്തിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ധരിച്ചിരുന്ന സേവന മേഖല അങ്ങനെ തന്നെ ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക്. എന്നാൽ ഇന്ന് ആ സേവന മേഖലയിൽ 2011 മുതൽ ഇങ്ങോട്ട് പുതിയ നയത്തിന്റെ ഭാഗമായിട്ട് തന്നെ സർക്കാർ നിങ്ങളുടെ മേഖലയിൽ കമ്മിറ്റി വെച്ചതുപോലെ മൽഹോത്ര കമ്മിറ്റി ആണെങ്കിൽ പോസ്റ്റൽ മേഖലയിൽ TSR സുബ്രഹ്മണ്യം കമ്മിറ്റി, അതുപോലെ ഓരോ കേന്ദ്ര ഗവൺമെന്റ് മേഖലകളിൽ ഓരോരോ കമ്മിറ്റികൾ വെച്ചുകൊണ്ട് പഠിച്ച് അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ 2011 സുബ്രഹ്മണ്യം കമ്മിറ്റി നിലവിൽ വരികയും ആ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ സർവീസ് മേഖലയെ പോസ്റ്റലിനെ വിഭജിക്കാൻ വേണ്ടിയിട്ട് 6 കമ്പനികളാക്കുന്ന തീരുമാനമായിട്ട് മുന്നോട്ട് വരികയും അതിൽ പോസ്റ്റൽ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ധരിക്കേണ്ട സർവീസ് മേഖലയാണ്. അവിടെ വെറും കത്തുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നുള്ള. എന്നാൽ പോസ്റ്റൽ മേഖലയിൽ ഇന്ന് കത്തുകൾ കൈകാര്യം ചെയ്യുന്നത് 6ാമത്തെ കമ്പനിയാക്കി മാറ്റുകയും മറ്റ് ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ അതിൽ തന്നെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് നിങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പോസ്റ്റൽ മേഖലയിലെ സേവിങ്സ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ്. സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോസ്റ്റിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് 1,55,000 പോസ്റ്റ് ഓഫീസുകൾ ഈ സേവിങ്സ് മേഖലയിലെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇന്ത്യ രാജ്യത്ത് 1,55,000 പോസ്റ്റ് ഓഫീസുകളും അതിന്റെ സേവനങ്ങളും തുടരുന്നതോടൊപ്പം 40 കോടി അക്കൗണ്ടുകളും 10 ലക്ഷം കോടിയിലധികം മിച്ച വരുമാനവുമുള്ള നിക്ഷേപവുമുള്ള ഒരു പദ്ധതിയാണ്. ഇതിന്റെ 70% വർക്കുകളും പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്നത് ഈ സേവിങ്സ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ഈ സേവിങ്സ് ബാങ്ക് മേഖലയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു വർഷത്തിൽ 7,000 കോടിയോളം തുക. ഈ 7,000 കോടി എന്ന് പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വരുമാനത്തിൽ 70%-ലധികം വരും. ഇത്തരത്തിലുള്ള പോസ്റ്റൽ സേവിങ്സ് ബാങ്ക് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ അതിനെ ഈ കമ്പനിയാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിനാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റലിന്റെ തന്നെ സബ്സിഡറി ആയിട്ട് SBയുടെ തന്നെ സബ്സിഡറി ആയിട്ട് ഒരു ബാങ്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചു. അന്ന് കാലത്ത് സംഘടനകളും ഡിപ്പാർട്ട്മെന്റിലെ സാധാരണക്കാരും എല്ലാവരും ധരിച്ചിരുന്നത് നമുക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു ബാങ്ക് കിട്ടി, ആ ബാങ്ക് നല്ല നിലയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള തരത്തിലാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് തന്നെ ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആയിട്ട് വരികയും അതിന്ന് പോസ്റ്റൽ സേവിങ്സ് ബാങ്കിനെ തന്നെ വിഴുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഈ IPPB-യിലേക്ക് പോസ്റ്റൽ സേവിങ്സ് ബാങ്കിനെ മെർജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതോടുകൂടി 70% വരുമാനം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു വകുപ്പിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റൽ ഉണ്ടാവുക അടുത്ത് പാർസൽ സർവീസ്. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ LIC നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ പദ്ധതിയിൽ 4 ലക്ഷം കോടിയോളം ഉറുപ്പ്യ ആസ്തിയുള്ള വരുമാനം നിക്ഷേപമുള്ള പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിനെയും ഇപ്പോൾ IRDA ആക്ടിന് ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് അത് ഇൻഷുറൻസ് കോർപ്പറേറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ പോസ്റ്റൽ വകുപ്പിനെ തന്നെ 6 കമ്പനികളാക്കി മാറ്റുകയും അതിൽ ലാഭം ഉള്ള 5 കമ്പനികളെയും കോർപ്പറേറ്റൈസ് ചെയ്തുകൊണ്ട് കമ്പനികളാക്കുകയും അല്ലാത്ത ഒരു തപാൽ ഓർഡിനറി കത്തുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ ഗവൺമെന്റിന്റെ ഹോൾഡിംഗ് കമ്പനിയായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയുള്ള ജീവനക്കാർ
പൊതുജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതേപോലെ കേന്ദ്ര ഗവൺമെന്റ് മേഖലയിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചും എല്ലാം തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇന്നിവിടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷന്റെ പ്രതിനിധികളായിട്ട് എത്തിയിട്ടുള്ള മുഴുവൻ സഹാക്കളും നിങ്ങളെ വകുപ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം എന്തു തന്നെയായിരുന്നാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കിടയിലുള്ള ഇന്നത്തെ ലോക സാഹചര്യവും ഇന്ത്യൻ സാഹചര്യവും എല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ അവരോടൊപ്പം അല്ലെങ്കിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ ഒരിക്കൽ കൂടി ഊഷ്മമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അടുത്തതായി സഖാവ് PP സന്തോഷ്, FSCTO ജില്ലാ സെക്രട്ടറി. സഖാവ് ഷജീഷ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സഖാവ് ബാഹുലേൻ സാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളെ, LIC എംപ്ലോയീസ് യൂണിയൻ്റെ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനത്തിൽ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, എംപ്ലോയീസ് യൂണിയൻ്റെ ഈ സമ്മേളനം നടക്കുന്നത് വളരെ ഗൗരവമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മുടെ ഈ സംഘടന രൂപീകരിച്ചിട്ട് 50 വർഷം പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനവും ഏകദേശം 15 ദിവസത്തിനകം കടന്നു വരികയാണ്. എന്തുകൊണ്ടും വളരെ സങ്കീർണമായ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് LIC എംപ്ലോയീസ് യൂണിയൻ്റെ ഈ സമ്മേളനം നടക്കുന്നത്. വളരെ രാജ്യത്തിന് തന്നെ അഭിമാന സ്തംഭമായിട്ടുള്ള LICയെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളതെല്ലാം ഇവിടെ ഇരിക്കുന്ന സഖാക്കൾക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. നാടിന്റെ സമ്പത്തായിട്ടുള്ള LIC, അതിനെ താങ്ങി നിർത്തുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പോളിസി ഉടമകൾ കൂടിയാണ്. LICയുടെ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ കേവലം ഒരു വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേഖലയുടെയോ സ്വകാര്യവൽക്കരണമല്ല. രാജ്യത്ത് അതിശക്തമായ സമരം ആളിക്കത്തിച്ചു കൊണ്ടുവരേണ്ട വളരെ നിർണായകമായ സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ഈ സമ്മേളനം ചേരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത. അതുപോലെ തന്നെയാണ് ആസാദി കാ അമൃത് വർഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 75ാം വാർഷികത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലും ഒരു നോക്കുകാരന്റെ പങ്കുപോലും ഇല്ലാത്ത ഭരണകർത്താക്കൾ ഇന്ന് അത് അമൃതവർഷമായി ആചരിക്കുമ്പോൾ രാജ്യത്തിന്റെ പൊതുമേഖലയും എല്ലാം ഇനി ഇന്ത്യ രാജ്യത്തൊന്നുപോലും വിൽക്കാൻ ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തെയും സാമൂഹ്യ മേഖലയും എല്ലാം പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള പല ജനകീയമായ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് LIC എംപ്ലോയീസ് യൂണിയന്റെ കോഴിക്കോട് ഡിവിഷൻ സമ്മേളനം ഒരു ഐതിഹാസികമായ സമ്മേളനമായി മാറും എന്നാണ് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ഫെഡറേഷനായിട്ടുള്ള FSCTO പുറത്തു നിന്ന് നോക്കിക്കാണുന്നത്. ആ അർത്ഥത്തിൽ ഈ സമ്മേളനം രാജ്യം നേരിടുന്ന, നമ്മുടെ LIC മേഖല നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് വളരെ സങ്കീർണമായ, വളരെ സൂക്ഷ്മമായ വിലയിരുത്തലും ചർച്ചകളും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് FSCTO കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കോമ്രേഡ് PV രവീന്ദ്രൻ ദീർഘകാലം ട്രഷററായി പ്രവർത്തിച്ചു. കോമ്രേഡ് PV രവീന്ദ്രൻ. PVR എന്നറിയപ്പെടുന്ന PV രവീന്ദ്രൻ. നമ്മളെല്ലാവരും PVR എന്ന് വിളിച്ചാണ് നമുക്ക് ശീലമുള്ളത്. PV രവീന്ദ്രൻ is just a formal name. കോമ്രേഡ് AVS പണിക്കർ ട്രഷററായി പ്രവർത്തിച്ചു. കോമ്രേഡ് AVS പണിക്കർ. കോമ്രേഡ് C നാരായണൻ മൂസദ്
ദീർഘകാലം ട്രഷററായി പ്രവർത്തിച്ചു. കോമ്രേഡ് സി നാരായണൻ മൂസദ്. കോമ്രേഡ് സി എ മാമൻ. കോമ്രേഡ് സി എ മാമൻ അഗൈൻ ട്രഷററായി പ്രവർത്തിച്ചു. Comrade P.V. Ravindran, A.V.S. Panikkar, Comrade C. Narayanan Mosad, and Comrade C.A. Maman. അടുത്തതായി സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബെഫിയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് എം മോഹനൻ. യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന നേതാക്കളെ, സദസ്സിലുള്ള LICയുടെ ജീവനക്കാരെ, സഹാക്കളെ, സവിശേഷമായൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങളെ LIC എംപ്ലോയീസ് യൂണിയൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. അതോടൊപ്പമുള്ള സമ്മേളനം. ഇവിടെ നേരത്തെ സംസാരിച്ച നേതാക്കളെല്ലാം തന്നെ രാജ്യം കടന്നു പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അതുപോലെ തന്നെ LIC ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചും വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചതാണ്. അപ്പം ആ അവസരത്തിലാണ് നമ്മുടെ സുവർണ ജൂബിലി ആഘോഷം നടക്കുന്നത്. LIC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം, അതിൻ്റെ LICയുടെ വളർച്ചയും അത് രാജ്യത്ത് നൽകിയ സംഭാവനയും നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തെ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധനമാകട്ടെ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന മൂലധനം, അതോടൊപ്പം എന്തിനേറെ നമ്മുടെ ധനകാര്യ മേഖലയിൽ ഇടപെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ പോലും നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള സ്ഥാപനമാണ് LIC. ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തകർച്ചയുടെ സമയത്ത് ആ തകർച്ചയിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് പോലും നിലകൊണ്ട സ്ഥാപനമാണ്. 5 ലക്ഷം മൂലധനമായി തുടങ്ങി ഇന്ന് 24 ലക്ഷം കോടിയുടെ മൂലധനത്തിൽ എത്തി നിൽക്കുന്ന LICയെ വിറ്റ് തുലയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇത് LICയുടെ മാത്രം ഒരു കാര്യമല്ല. ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവസ്ഥ ഇതാണ്. നേരത്തെ അവിടെ സംസാരിച്ച പ്രാസംഗികർ സൂചിപ്പിക്കേണ്ടായി BSNLന്റെ കാര്യം, അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടിൻ്റെ കാര്യം, അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യം, അതോടൊപ്പം ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്തിൻ്റെ നട്ടലായ LICയോടൊപ്പം അല്ലെ അതിനേക്കാൾ ഉപരി മുൻപന്തിയിൽ നിൽക്കുന്ന പൊതുമേഖലാ ബാങ്കുകളുടെയും സ്ഥിതി ഇന്ന് അതുതന്നെയാണ്. ഞങ്ങളുടെ മേഖലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അറിയാൻ സാധിക്കും എന്താണ് നടക്കുന്നതെന്ന്. പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകൾ 27 നിന്ന് ഏറ്റവും അവസാനം 12 പൊതുമേഖലാ ബാങ്കുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണം അതിന് മുൻപേ തുടങ്ങി. ആ സ്വകാര്യവൽക്കരണം വേണ്ടത്ര സ്പീഡിലല്ല എന്നുള്ള ഒരു വിലയിരുത്തലിന് ശേഷമാണ് മെഗാ മെർജറുകൾ, ഇന്ന് കാണുന്ന രീതിയിൽ മെഗാ മെർജറുകൾ നടപ്പാക്കിയത്. അപ്പോൾ മെർജറുകളുടെ ഉദ്ദേശം, മെർജറുകളുടെ
എന്താ മെർജറിനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണത്തെ പറ്റി പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സ്വകാര്യവൽക്കരണം? നമ്മളോട് പറയുന്നത് നമ്മുടെ പ്രവർത്തന ശേഷി കൂട്ടാനാണ്, LICയുടെ പ്രവർത്തനം വിപുലപ്പെടുത്താനാണ്, അല്ലെ ബാങ്കുകളുടെ പൊതുമേഖലാ ബാങ്കുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, ആരുടെ പ്രവർത്തനം, അല്ല ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മെർജറുകളും അതുപോലെ സ്വകാര്യവൽക്കരണവും നടക്കുന്നത്? ചില കാര്യങ്ങളും എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ബാങ്കിങ് മേഖലയിലുള്ള സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ആ സ്വകാര്യവൽക്കരണത്തിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇന്നത്തെ രീതിയിലുള്ള സ്വകാര്യവൽക്കരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിലെയും വിദേശത്തുള്ള കുട്ടികൾക്ക് മൂലധനം സമാഹരിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് വിജയമല്യയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം. എന്താണ് വിജയമല്യ ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പൊ ആ രീതിയിൽ നേരത്തെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ ഒറ്റയ്ക്കായും കൺസോർഷ്യമായിട്ടും ഇന്ത്യയിലെ ധനകാര്യ കുത്തകകൾക്ക് വായ്പ കൊടുക്കാൻ അല്ലെങ്കിൽ മൂലധനം ഒരുക്കി കൊടുക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അത് പോരാ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അത് വലിയ വലിയ മൂലധനം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാമ്പത്തികം മുതലാളിമാർക്ക് കൈമാറണമെങ്കിൽ, വായ്പകൾ അനുവദിക്കണമെങ്കിൽ ഇന്നുള്ള രീതിയിൽ പോരാ, അതുകൊണ്ട് ഒരു മെർജർ വേണം, അല്ലെങ്കിൽ കൂട്ടി പൊതുമേഖലാ ബാങ്കുകളെ ചെറിയ ബാങ്കുകളെല്ലാം കൂടി വലുതാക്കി അങ്ങനെ വരുന്ന സമയത്ത് ആവശ്യത്തിന് സ്വകാര്യ മേഖലയിലുള്ള സ്വകാര്യ മുതലാളിമാർക്ക് മൂലധനം സംഭരിക്കാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ SBIയും മറ്റ് അസോസിയേറ്റ് ബാങ്കുകളും മെർജ് ചെയ്തതിന് ശേഷം ലോകത്തിലെ തന്നെ 50ാമത്തെ ഏറ്റവും വലിയ സ്ഥാപനമായിട്ട് മാറിയിരിക്കുക. അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുണ്ടായിട്ടുള്ളത്? നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ സാധാരണ ജീവനക്കാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് 6000 കോടിയുടെ ഒരു വായ്പയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അദാനിക്ക് ഓസ്ട്രേലിയയിലെ കൽക്കരി പാടങ്ങളെ അനുവദിക്കുന്നതിന് SBIയുടെ വായ്പ അനുവദിക്കുന്നതിൽ യാതൊരു വീഴ്ചയും ഉണ്ടായില്ല. ഏറ്റവും സുഗമമായ രീതിയിൽ അദാനിക്ക് വേണ്ടുന്ന മൂലധനം അല്ലെങ്കിൽ വായ്പ കൊടുക്കുന്നതിന് SBI മാനേജ്മെന്റിന് യാതൊരു തരത്തിലും മടിയുണ്ടായിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ആവശ്യത്തിന് മൂലധനം കുത്തകൾക്ക് ലഭ്യമാക്കുന്നതിന് ഒരു വേദിയായിട്ടാണ് ഈ രീതിയിലുള്ള ബാങ്കുകളുടെ സ്വകാര്യവൽക്കരണം നടക്കുന്നത്. ഇനി അതേ അവസരത്തിന് ഈ വൻകിടക്കാർക്ക് എല്ലാ ഇളവുകളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി, അതുപോലെ തന്നെ ടാക്സ് ഇളവുകൾ, വളരെ ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി, അതുപോലെ വെള്ളം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇതെല്ലാം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആർക്ക് കിട്ടാത്ത ചില ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുകയാണെങ്കിൽ ബാങ്കിനെ ഞങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് നിർണ്ണയിക്കുന്നത്. ഞങ്ങൾ എത്രയാണ് ഇൻട്രസ്റ്റ് പറയുന്നത് അതാണ് സാധാരണ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന പലിശ നിരക്ക്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, വൻകിടക്കാരെ സംബന്ധിച്ചോളം അതല്ല. അവരെടുക്കുന്ന 5000 കോടിയോ അല്ലെങ്കിൽ 10000 കോടിക്ക് അവരാണ് പലിശ നിശ്ചയിക്കുന്നത്. ആ രീതിയിലുള്ള സൗകര്യം ഈ കാലയളവിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 4% അല്ലെങ്കിൽ 3.5%, 4% വായ്പകൾ ലഭ്യമാക്കാൻ, യഥേഷ്ട വായ്പകൾ ലഭ്യമാക്കാൻ ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി അതിന് പുറമെ ഇങ്ങനെ ലഭിക്കുന്ന വായ്പകളോ അത് കിട്ടാക്കടം എന്നുള്ള രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കിട്ടാക്കടങ്ങളായി മാറ്റുകയും അല്ലെങ്കിൽ മാറുകയും അതിനുശേഷം അത് വീണ്ടും എഴുതി തള്ളുന്ന രീതിയിലേക്ക് ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും മാറിയിരിക്കാം. ഇപ്പൊ ഈ കിട്ടാക്കടങ്ങളാവുകയും അത് കിട്ടാക്കടങ്ങളെ എഴുതി തള്ളാനായിട്ട് വീണ്ടും അവരുമായിട്ടൊരു ചർച്ചകളാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ എത്രയാണോ രൂപ, എത്ര കോടി രൂപയാണോ അതിന്റെ വളരെ കുറഞ്ഞ 10-20% മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി തുക മുഴുവൻ എഴുതി തള്ളുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ബാങ്കുകൾ പോവുകയാണ്, പൊതുമേഖലാ ബാങ്കുകൾ പോവുകയാണ്. ഹെയർ കട്ട് എന്നുള്ള ഓമന പേരില്ല. അപ്പൊ നമുക്കറിയാം രുചി സോയ 12000 കോടി രൂപയുടെ കിട്ടാക്കടം ഉണ്ടായിരുന്ന രുചി സോയയുടെ ഏറ്റെടുത്തിരിക്കുന്നത് 4300 കോടി രൂപയ്ക്കാണ്. അത് ഏറ്റെടുത്തിരിക്കുന്നത് പതഞ്ജലി ഗ്രൂപ്പാണ്. നമുക്കറിയാം പതഞ്ജലി ഗ്രൂപ്പ് എന്ന രാജ്യത്ത് നമ്മുടെ ഭരണവുമായിട്ട് ഉള്ള സ്വാധീനം ബന്ധവും. ഈ 4000 കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത 12000 കോടി ആസ്തിയുള്ള അല്ലെങ്കിൽ കിട്ടാക്കടമായിട്ടുള്ള അവരുടെ ആസ്തികളെല്ലാം വെറും 4300 രൂപയ്ക്ക് കടബാധ്യത ഏറ്റെടുക്കുകയും അതിൽ തന്നെ 4000 കോടി രൂപ വീണ്ടും ബാങ്കുകൾ വായ്പയായി നൽകുകയാണ്. കേവലം 300 കോടി രൂപയുടെ ചെലവ് മാത്രമേ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള
കാര്യം മാത്രമേ പതഞ്ജലി ഗ്രൂപ്പിന് ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഈ രീതിയിലാണ് കൊള്ള. ഇത് വ്യാപകമാണ്. ഞാൻ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നയം, ഇതാണ് ഇന്നത്തെ വ്യവസ്ഥ. അപ്പം അത് വളരെ കൃത്യമാണ്, വളരെ ഓപ്പണാണ്. ഞങ്ങൾ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെയും അല്ലെങ്കിൽ കർഷകരുടെയും കൂടെ, തൊഴിലാളികളുടെയും കൂടെ അല്ല, ഞങ്ങൾ മുതലാളിമാരുടെ കൂടെയാണ്. ആ നയത്തിനെതിരെയാണ് നമ്മളെല്ലാവരും പോരാടുന്നത്. ഇങ്ങനെ തുടരാൻ അനുവദിക്കണോ? ഈ നയം തിരുത്തേണ്ടതല്ലേ? അപ്പൊ ആ രീതിയിൽ നയം തിരുത്തേണ്ട ആവശ്യകതയിലേക്കാണ് നമ്മൾ സമ്മേളനങ്ങളും അതുപോലെ തന്നെ സമ്മേളനത്തിൽ നടക്കുന്ന ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ കാണേണ്ടത്, അല്ലെങ്കിൽ വിശകലനങ്ങൾ ഉണ്ടാവേണ്ടത്. അപ്പം ആ രീതിയിലുള്ള ചർച്ചകളും വിശകലനങ്ങളും ഈ സമ്മേളനത്തോടനുബന്ധിച്ചുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പൊതുമേഖലയോടുള്ള സമീപനം, കേന്ദ്ര സർക്കാരിന്റെ സമീപനം ഈ രീതിയിലാണ്. എന്നാൽ അതിന് ബദലായിട്ടുള്ള സമീപനങ്ങളും ഇന്ത്യയിൽ തന്നെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന്, ജീവനക്കാരെയും തൊഴിലാളികളെയും സഹായിക്കുന്നതിനുള്ള രീതിയിലുള്ള നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ സ്വീകരിക്കുന്നത്. അത് നമുക്ക് പല രീതിയിൽ കാണാം. വെള്ളം ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മേഖലയിലുള്ള ബാങ്കുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരള ബാങ്ക് എന്നുള്ള രീതിയിൽ പുതിയ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് ഇടതുപക്ഷ മുന്നണി എടുത്തിട്ടുള്ള ധീരമായുള്ള നിലപാടിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ കാണേണ്ടതുണ്ട്. സഹകരണ മേഖല ഇന്ന് ഒരു സംസ്ഥാനങ്ങളുടെ വിഷയത്തിൽ പെടുന്നതാണ്. എന്നാൽ അത് മാറ്റാനുള്ള നടപടിക്രമങ്ങളായിട്ട് കൂടിയാണ് ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് വിവിധ മൾട്ടി സ്റ്റേറ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ രൂപീകരണവും അതുപോലുള്ള നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ഈ പാർലമെന്റ് സെഷനിൽ തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിൽ ഈ വിഷയം കൂടി, സഹകരണ വിഷയം കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ വരികയാണ്. വേണ്ട രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ഇടപെടാനും അതിനെ കൂടി തകർക്കാനുള്ള ഒരു സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പൊതുമേഖലയിലുള്ള പൊതുജനങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തായിട്ടുള്ള ഇത്തരം എല്ലാ മേഖലയിലും പിടിമുറുക്കുകയും നമ്മുടെ സമ്പത്ത് കുത്തകകൾക്കും വൻകിടക്കാർക്കും കൊള്ളയടിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ഗവൺമെന്റ്, ആ നയമാണ് തുടർന്നു വരുന്നത്. അതേ രീതിയിലുള്ള ഒരു നയം തന്നെയാണ് LICയുടെ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ LICയുടെ ഓഹരി വിൽപ്പന ഇപ്പൊ വിറ്റ് ബാക്കിയുള്ളത് വിൽക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പ്രക്ഷോഭം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ഒരു ചർച്ചയും തീരുമാനങ്ങളും ഈ സമ്മേളനത്തിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളനത്തിന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. Comrades, let's have a strong round of applause, please. കോഴിക്കോട് ഡിവിഷന്റെ ആദ്യത്തെ വനിതാ സബ് കമ്മിറ്റി കൺവീനർ. AER ഇന്ത്യ സെക്രട്ടറി, മറ്റ് വേദിയിലിരിക്കുന്ന നേതാക്കളെ, എൻ്റെ മുന്നിലിരിക്കുന്ന പൂർവ്വകാല നേതാക്കൾ എല്ലാവരും ഇന്ന് എത്തിയതിൽ സന്തോഷം. അതുപോലെ തന്നെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നെത്തിയ സഖാക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി LIC എംപ്ലോയീസ് യൂണിയന്റെ ഗോൾഡൻ ജൂബിലി മീറ്റിംഗിലുള്ള നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഷുറൻസ് ഫീൽഡ് വർക്കേഴ്സ് ഓഫ് ഇന്ത്യ കോഴിക്കോട് ഡിവിഷന്റെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരിക്കൽ ഈ സംഘടനയുടെ ഭാഗമായിരുന്നു എന്നതിന് ഞാനിപ്പോഴും അഭിമാനം കൊള്ളുകയാണ്. ഇപ്പോഴും ഈ സംഘടന നാഷണൽ ഫെഡറേഷനുമായിട്ട് തോളോട് തോൾ ചേർന്ന് എല്ലായിടത്തിലും പോകുന്നുണ്ട്.
നല്ല സഹകരണമാണ് എല്ലാ ബ്രാഞ്ചസും നമുക്ക് കിട്ടുന്നത്. ഈയിടെ ഞങ്ങളുടെ സോണൽ സമ്മേളനം മധുരൈ നടക്കുകയുണ്ടായി, കഴിഞ്ഞ 23-24 തീയതികളിലായി. അന്ന് മധുരൈ സമ്മേളനത്തിന് മധുരൈ ഡിവിഷന്റെ സപ്പോർട്ട്, കംപ്ലീറ്റ് സ്റ്റേജ് പ്രോഗ്രാംസ്, അതുപോലെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, കോമ്രേഡ് സുരേഷ് ഫുൾ ആക്റ്റീവ്, ഒരു സാധാരണ നാഷണൽ ഫെഡറേഷൻ മെമ്പറിലേനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ട് അവിടെ കണ്ടിരുന്നു. നമുക്കറിയാം, നിലവിൽ നമുക്ക് ഒരു ബ്രാഞ്ചസിലും അത്തരത്തിലുള്ള യാതൊരു ക്ലാഷസും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്ക് ഇപ്പോൾ ബ്രാഞ്ചുകളിലൊക്കെ പോകുന്നത്. അതിനുള്ള എൻ്റെ നന്ദിയും കൂടി ഞാൻ ഈ സമയത്തിൽ അർപ്പിക്കുകയാണ്. ഈ യോഗം കൂടുന്നത് നമുക്കറിയാം വളരെ അധികം, എനിക്ക് ആകെ 5 മിനിറ്റ് സമയം ഉണ്ടാവുള്ളൂ. എന്നാലും 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്, മാത്രം പറയാണ്. ഈ യോഗം കൂടുന്നത് നമുക്കറിയാം, ഇന്ത്യയിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ചും LICയിലെ തൊഴിലാളികൾ ഏറ്റവും ആശങ്കയുള്ളവരായിരിക്കുന്ന ഒരു സമയത്താണ്. നമുക്കറിയാം, പുതിയ വേജ് ബില്ല്, പുതിയ കോഡ്, വേജ് കോഡ് 2022 വന്നിരിക്കുകയാണ്, വരാൻ പോവുകയാണ്. നമുക്ക് നമ്മളുടെ നെഗോസിയേഷൻ പവർ മുഴുവൻ ചുരുക്കുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ്, കൂടുതൽ മുതലാളികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള നിയമവ്യവസ്ഥകളാണ് വരാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ സാലറി റിവിഷൻ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അതിന് കാരണമായിട്ട് വരും. കൂടുതൽ സമയം ജോലി, അതുപോലെ തന്നെ നമ്മളെ പെൻഷൻ, അതുപോലുള്ള ഘടകങ്ങളിലെ മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് വേവലാതി ഉണ്ടാക്കുന്ന തരത്തിൽ മാറാൻ സാധ്യതയുണ്ട് പുതിയ നിയമ പരിഷ്കരണത്തിലൂടെ. അതുപോലെ തന്നെ പുതുതായി വന്ന IPO നമുക്കറിയാം, LICയുടെ IPO അതിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളരെ വിശദമായി കോമ്രേഡ് രവി ഇവിടെ സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കോമ്രേഡ് ശ്രീകാന്ത് മിശ്ര സംസാരിക്കുകയുണ്ടായി. നമുക്ക് LICയുടെ ഉള്ളിൽ ധാരാളം മാറ്റങ്ങൾ നമുക്കെതിരെ വരാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയായ ഞങ്ങൾക്കും അതുപോലെ തന്നെ ഓഫീസ് തൊഴിലാളികൾക്കും സാധ്യതയുണ്ട്. നമുക്കറിയാം, മാനേജ്മെന്റ് നിലവിലിപ്പം 3 മുതൽ 3.5% വരെയാണ് ഇപ്പോഴുള്ള ബാങ്ക് അഷുറൻസിന്റെ അവരുടെ പെർസെൻറ്റേജ്. അത് എത്രയും പെട്ടെന്ന് 10%-ലോടും പിന്നീട് അങ്ങോട്ട് 15%-ലേക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നിയതമായി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സ്വാഭാവികമായ LICയുടെ ബിസിനസ് രീതി മാറ്റിക്കൊണ്ട് പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ അവലംബിക്കുന്ന പുതിയ രീതികളിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എല്ലാ തരത്തിലുള്ള തൊഴിലാളികൾക്കും അത് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ബാങ്ക് അഷുറൻസിലേക്ക് പോകുന്നു. രണ്ടാമത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ധാരാളം ഉപയോഗപ്പെടുത്തുകയാണ്, ഓൺലൈൻ ബിസിനസ്സിന് പ്രാധാന്യം കൊടുക്കുക. ഈ അടുത്ത് ധൻ സഞ്ജയ് എന്ന് പറഞ്ഞ പോളിസി നിങ്ങൾക്കറിയാം, 10% ഓൺലൈനിൽ എടുക്കുമ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഒരു പോളിസി വിൽക്കുന്നത്. എന്നാൽ സാധാരണക്കാരനായ ഏജന്റുമാരും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡെവലപ്മെന്റ് ഓഫീസർമാരും പിന്നാക്കം പോകുന്നത്. അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ, കാരണം ടെക് ആയിട്ടുള്ള ജനങ്ങളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. നമ്മളൊരു കാര്യം അവരോട് അവതരിപ്പിക്കുന്നു, പറയുന്നു, അതിനുശേഷം അത് ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്നു, ഇത് ഓൺലൈനിൽ എടുക്കാലോ, 10% പ്രീമിയം കുറവുണ്ട്, പോളിസി പോകുന്നു. അത് മാത്രമല്ല, പോളിസി ബസാർ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തില് മാർക്കറ്റിംഗ് രംഗത്തുള്ള തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന, വിഷമമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇനി പുറത്ത് അത് മാത്രമല്ല, നമുക്ക് പ്രിന്റ് ടു പോസ്റ്റ് പുതുതായിട്ട് വന്നേ NB ഡിപ്പാർട്ട്മെന്റിലെ 1-2 ആള് നേരത്തെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ, പോളിസി പ്രിപ്പറേഷൻ, പ്രിന്റിംഗ്, അത് അയക്കൽ, ഡെസ്പാച്ച്, അതൊക്കെ പോയി. ഇപ്പോൾ LIC ആ ഒരു രംഗത്ത് ആള് കുറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ പുതുതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ്, ഇതിനൊക്കെ ഒരു MD തന്നെ വന്നിട്ടുണ്ട്. 50% പേയ്മെന്റ് ഓൺലൈനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. LICയിലെ എംപ്ലോയീസ് പിന്നെ ചുരുങ്ങുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറും. ഇപ്പോൾ അത്തരം മാർക്കറ്റിംഗ് രംഗത്ത് യാതൊരു റിക്രൂട്ട്മെന്റ് LIC നടത്തുന്നില്ല. കഴിഞ്ഞ നമ്മുടെ ബ്രാഞ്ചിലൊക്കെ നേരത്തെ 15-16 ആളുടെ, ഇപ്പോൾ 8-9 പേര് മാത്രമേ ഉള്ളൂ. പുതുതായിട്ട് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. വന്ന പലരും പകുതി ആൾക്കാരും നിലനിൽക്കാതെ പോവുകയും ചെയ്തു. എന്നിട്ടും പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റി ചിന്തകളില്ല. ഇതാണ് പൊതുവെയുള്ള ചിത്രം. ഇതിന് പുറത്ത് നമുക്കറിയാം, നമ്മളെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് ഓഫീസർ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് 1-2 കാര്യങ്ങൾ മാത്രം. ജോലിക്ക് സ്ഥിരതയില്ലാത്തൊരു വിഭാഗമാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഡിവിഷനിൽ തന്നെ 2 പേര് ടെർമിനേഷൻ ആയിപ്പോയി. ഒരാളിപ്പം LIC എംപ്ലോയീസ് യൂണിയൻ മെമ്പറാണ്, ക്ലാസ് 3ലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരാള് ആപ്ലിക്കേഷൻ ഇപ്പോഴും ചെയർമാന്റെ മെമ്മോറിയൽ ചെയർമാന്റെ മുമ്പിൽ ഇരിക്കുകയാണ്.
സൗത്ത് സോണിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യയിലും ധാരാളം ടെർമിനേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മൾ വിചാരിക്കും ആൾക്കാർ ചിലപ്പം പറയാ വർക്ക് ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ മാർക്കറ്റ് വളരെ വളരെ ടഫാണ്. കോമ്പറ്റീഷൻ നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതലാണ്. നമുക്കറിയാം, നമ്മൾ ഈ കോവിഡ് പീരീഡിൽ നമുക്ക് റിലാക്സേഷൻ സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ പ്രകാരം കോഴിക്കോട് ഡിവിഷനിലെ 120 ആൾക്കാരാണ് അതിൻ്റെ റിലാക്സേഷൻ മേടിച്ച്. ഞങ്ങൾ ആകെ മെമ്പർമാർ 205 പേരാണ്. 205 പേരിൽ 120 60% ആൾക്കാരും കോസ്റ്റിന് പുറത്തു പോയിരിക്കുന്നു. ഈ കോസ്റ്റ് വെച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പെയാണ്. LICയുടെ ടാർഗറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ പല LICയുടെ നിലവിലുള്ള ഡിവിഷനിലെ ടാർഗറ്റ് ഒരു 10 വർഷം മുന്നേ തന്നെ പകുതിയാണ്. ഇപ്പോൾ എൻ്റെ ബ്രാഞ്ചിൽ കൊയിലാണ്ടി ബ്രാഞ്ചാണ് വർക്ക് ചെയ്യുന്നത്. 25,000 പോളിസി ടാർഗറ്റ് ഉണ്ടായിരുന്ന ബ്രാഞ്ചാണ്. ഇപ്പോൾ 9,000 പോളിസിയാണ് ടാർഗറ്റ്. 9,800 രൂപ പോളിസികളാണ് ടാർഗറ്റ്. പക്ഷേ ഡെവലപ്മെന്റ് ഓഫീസർമാരുടെ ടാർഗറ്റിൽ യാതൊരു വ്യത്യാസമില്ല. ഇപ്പോഴും കൊണ്ടുവരുന്ന തുകയുടെ 5 ഇരട്ടി പ്രീമിയം, കിട്ടുന്ന തുകയുടെ 5 ഇരട്ടി പ്രീമിയമായി ഇപ്പം തന്നെ എപ്പോഴും വരണം. ഈ കഴിഞ്ഞ 2 സാലറി റിവിഷൻ അതുപോലെ തന്നെ എല്ലാം വന്നു. കൂടാതെ സ്റ്റിഫ് കോമ്പറ്റീഷൻ. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. കേരളത്തിൽ ഞാൻ എൻ്റെ പണ്ട് LICയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, SBI ലൈഫിലുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിലവിൽ കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്ത SBI ലൈഫ് മാത്രം കളക്ട് ചെയ്ത പ്രീമിയം നമ്മളുടെ പ്രീമിയത്തിൻ്റെ ഏകദേശം പകുതിയിലധികം അവർ കളക്ട് ചെയ്തു. നമ്മൾ കളക്ട് ചെയ്തതിലെ പകുതി. അപ്പോൾ കോമ്പറ്റീഷൻ ഇസ് ടഫ്. ഇതൊക്കെയാണെങ്കിൽ പോലും ഒരിക്കലും മാനേജ്മെന്റ് നമുക്ക് സപ്പോർട്ടായിട്ടുള്ള ഒരു റോളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ നടക്കുന്ന തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ LIC എംപ്ലോയീസ് യൂണിയനെ പോലെ AEയുടെ സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. ബ്രാഞ്ചിലായാലും ബ്രാഞ്ചിൽ പലതരത്തിൽ സപ്പോർട്ട് ചെയ്യാം. ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കസ്റ്റമർ വരുന്ന സമയത്ത് ഫോർവേഡ് ചെയ്യാം. ഒരാൾ ഏജൻസിക്ക് സഹായിക്കാൻ പറ്റുന്ന, കണ്ടാൽ ഏജൻസി എടുക്കാൻ പറ്റുന്ന സാധ്യതയുള്ള ആളാണെന്ന് വെച്ചാൽ അങ്ങനെ സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഈസാക്കാൻ സഹായിക്കാൻ പറ്റും. അപ്രൈസലിൽ ചില സാധനങ്ങൾ ഈസാക്കാൻ സഹായിക്കാൻ പറ്റും. കംപ്ലീഷൻ ഈസാക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഏജന്റുമാർക്കും നമ്മൾക്കും കൂടുതൽ സന്തോഷം തരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട്. അത് ഇനിയും കൂടുതൽ ഉണ്ടാവണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിൽ ഈ വരുന്ന ഇന്നും നാളെ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇൻഷുറൻസ് തൊഴിലാളികളെ സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും ഉണ്ടാവുമെന്ന് പ്രത്യേകിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ LIC എംപ്ലോയീസ് യൂണിയന്റെ 50ാം വാർഷിക സമ്മേളനത്തിന് ഊഷ്മളമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിൽ നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് P. അബീഷ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് ബാഹുലയൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് മിശ്ര, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സംഘടനാ നേതാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്ന സഖാക്കളെ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച വേറെ പ്രത്യേക എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നേ സംസാരിച്ച സംഘടനാ നേതാക്കളും സഖാക്കളും എല്ലാവരും സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ LICU കോഴിക്കോട് യൂണിറ്റിലെ നേതാക്കൾ സംഘടനാപരമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ സംഘടനാ മികവ് എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേക തരത്തിലൊരു കുറച്ച് ഹൈ ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള സംഘടനാ മികവാണ് LICU കോഴിക്കോട് യൂണിറ്റിന് മുന്നിൽ ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിതിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിലൊരു കാര്യം ഉദിച്ച്. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ റിട്ടയറായ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മുഖത്തേക്ക് നോക്കിയപ്പം അവരുടെ മുഖത്ത് പലപ്പോഴും ബാക്കോട്ട് നോക്കുമ്പം കുറേ ആൾക്കാർ ആവിടുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, കണ്ണ് താന്നു പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ മുന്നിലിരിക്കുന്ന ഈ ആൾക്കാരും അവരുടെ മുഖത്ത്, അവരുടെ കണ്ണിൽ, അവരുടെ മുഖത്ത് എത്രത്തോളം ശക്തമായ അഥവാ പ്രസരിപ്പോ അത്ര എനർജറ്റിക് ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഇവിടെ ഇരുന്ന് നോക്കണം. കാരണം അത്ര എനർജറ്റിക് ആണ് അവർ. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ LICയുടെ യൂണിറ്റ് എന്തുകൊണ്ടും ഇത്രയൊന്നും ചെയ്താൽ പോരാ, ഇവരൊക്കെ പറക്കണം ശരിക്കും. ആ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയന്റെ ഭാഗമായിട്ടാണ് വന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ പലരും സൂചിപ്പിച്ചു കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തഴയപ്പെട്ടുകൊണ്ടിരിക്കുക. സാധാരണ പൊതുമേഖലയെ പോലെ തന്നെ തഴയപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം വേജ് റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം 10 വർഷം മുന്നത്തെ 2012 വേജുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിച്ചു പോരുന്നത്.
അതിന് കുറെ കാരണങ്ങളുണ്ട്. പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ AIA എന്ന് പറഞ്ഞ സംഘടന പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല നമ്മുടെ സംഘടനാപരമായിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ശ്രീകാന്ത് മിശ്ര സാറ് നമ്മൾ സംസാരിച്ചു, കോമ്രേഡ് ശ്രീകാന്ത് മിശ്ര സംസാരിച്ചു. കാരണം ജനറൽ ഇൻഷുറൻസ് മേഖലയിൽ AIA അത്ര പവർഫുൾ അല്ല. കാരണം അവിടെ റിക്രൂട്ട്മെന്റ് ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളെല്ലാവരും റിട്ടയർമെന്റ് ആയി പോകുന്നു, പുതിയ റിക്രൂട്ട്മെന്റ് വരുന്നില്ല. സ്ട്രക്ചർ വളരെ വീക്കാണ്, നമ്മുടെ സ്ട്രെങ്ത് കുറച്ച് വീക്കാണ്. അതുപോലെ ഈ ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരുന്ന സമയത്ത് AIA സ്വന്തം ഒറ്റയ്ക്ക് സമരം ചെയ്ത് നേടിയെടുത്ത പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ JFT എന്ന് പറഞ്ഞൊരു കമ്പനി ജോയിന്റ് ഫോറം രൂപപ്പെടുത്തി അതിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് നമ്മൾ സമരങ്ങൾ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ? നിങ്ങൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ഗവൺമെന്റിന് മുന്നിൽ അഥവാ കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ നമ്മൾ സമരം ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കാരണം നമ്മൾ ഈ വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജന്തർ മന്ദറിൽ വെച്ചിട്ടൊരു ധർണ സംഘടിപ്പിച്ച്. അപ്പോൾ സാധാരണ ധർണകളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് എല്ലാ മീഡിയ അതിലേക്ക് അറ്റൻഷൻ വരും, മീഡിയയുടെ അറ്റൻഷൻ വരും. അതുപോലെ തന്നെ മീഡിയ കവർ ചെയ്യും, പേപ്പർ കവർ എല്ലാ രീതിയിലുള്ള കവറേജ് അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നമ്മളിപ്പോൾ ജന്തർ മന്ദറിൽ ഒരു പന്തൽ കെട്ടി ഒരു സമരം ചെയ്യുന്ന സമയത്ത് അവിടെ ആക്ച്വലി 25-ൽ താഴെ പന്തലുകൾ ഉണ്ടായിരുന്നു. കാരണം എല്ലാ മേഖലയും എന്തിലാണ്? സമരത്തിലാണ്. എല്ലാ പൊതുമേഖലയും എല്ലാ രീതിയിലുള്ള മേഖലയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക ഈ ഗവൺമെന്റിന്റെ മുന്നിൽ. ഗവൺമെന്റ് ഒന്നും കാണാതെ കണ്ണുപൊട്ടന്മാരെ പോലെ നിൽക്കണം നമ്മുടെ മുന്നിൽ. അത് വളരെ വലിയ വാസ്തവമാണ്, വളരെ വാസ്തവം. പക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അത് സത്യമാണ്. കാരണം ഈ സംവിധാനത്തിന്റെ ഇത്രയും വളരെ വികടമായ സംവിധാനത്തിന് മുന്നിലും നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടു പോകാനും പാവപ്പെട്ടവരെ നോക്കുന്നതും പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നതുമായിട്ടൊരു ഗവൺമെന്റാണ് കേരളത്തിൽ ഇപ്പോഴും നിലവിലുള്ളതെന്നുള്ള ഒരു സത്യം, ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പുറമേയുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് ശരിക്കും കിട്ടാത്തത്. കാരണം നമ്മുടെ ഗവൺമെന്റ് വികസനപരമായിട്ടുള്ള കാര്യങ്ങളും, കേരളത്തിലുള്ള ഗവൺമെന്റ് LDF ഗവൺമെന്റ് വികസനപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ രീതിയിലും നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ടെന്നുള്ള കാര്യം വാസ്തവം. അതാണ് വാസ്തവം. സത്യത്തിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതല്ല വാസ്തവം എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കിയാലറിയാം, ഈ മാധ്യമങ്ങളിൽ വരുന്ന നമ്മുടെ ഗവൺമെന്റിനെ, കേരള ഗവൺമെന്റിനെ പറ്റി മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസുകളൊക്കെ എന്നെ പിച്ചി, എന്നെ നുള്ളി, എന്നെ തോണ്ടി, പിടിച്ച് വലിച്ച് എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഈ പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വെറുതെ വന്ന് ഈ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക ഈ ഗവൺമെന്റ് പോരാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന നമുക്ക് അറിയാം നമ്മുടെ ഈ സമൂഹത്തിലുള്ള ജനങ്ങളുടെ നിലവാരം എന്താണെന്നുള്ള കാര്യം നമ്മൾ ഓരോ മനുഷ്യന്മാർക്കും അറിയാം. ആ ഒരു വാസ്തവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊതുമേഖല ആയതുകൊണ്ട് തന്നെ ഈ പൊതുമേഖല നിലനിർത്തേണ്ട എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മളിവിടെ എല്ലാവരും പല പ്രാവശ്യമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിൽ മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. നമ്മുടെ ഈ പൊതുമേഖല എന്ന് പറഞ്ഞ സാധനം ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടേതാണെന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവിടെ നമ്മളെ ഭരിക്കുന്ന നമ്മളെ ഗവൺമെന്റ് നമ്മളാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടി ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ അഥവാ അവിടുത്തെ ജീവനക്കാർ എന്ന് പറഞ്ഞ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഇത്ര എഡ്യൂക്കേറ്റഡ്, ഇത്ര വെൽ ടാലന്റഡ്, എത്രയോ എക്സാമുകൾ പാസ്സായി വന്നിരിക്കുന്ന പുതിയ തലമുറ, അതുപോലത്തുള്ള ടാലന്റഡ് ആയിട്ടുള്ള തലമുറയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും ഓർത്തു വെക്കണം. ആ തലമുറ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. എൻ്റെ വീട്ടിൽ പറഞ്ഞു, ഞാൻ പറയാണ്, എനിക്ക് പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലിയുണ്ട്. അപ്പൊ എൻ്റെ കല്യാണം കഴിക്കുന്നത് വളരെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു. അപ്പൊ പക്ഷേ എന്ത് സംഭവിക്കാൻ പോവാ? ഈ മേഖല പൊതുമേഖലയിൽ നിന്നും സ്വകാര്യ മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരായി? എനിക്ക് ഒന്നുമില്ല, അല്ലേ? എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ചിന്ത എല്ലാ പുതിയ തലമുറയ്ക്കും. വേറൊരു കാരണം കൂടി ഉണ്ട്. കാരണം നമ്മളെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എന്താ ഒരു ഉപദേശം എന്താ കൊടുക്കുക? നിങ്ങൾ എവിടേക്ക് ജോലി ചെയ്യണം?
നിങ്ങളൊരു പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലോ സേഫ് ആയിട്ടുള്ള സർവീസ് സെക്ടറിലേക്ക് ജോലി ചെയ്യണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്തായാലും പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചേർത്തും? നിങ്ങൾ വരുമോ? LICയിലേക്ക് വരുമോ? 3.5% ഷെയർ കൊടുത്തിട്ടുണ്ട്, ഇനി അത് വിൽക്കാൻ കിടക്കുക എന്നുള്ള കാര്യം പല രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് ഇവിടെ ചേർത്തോ? ബാങ്കിൽ കൊണ്ടുപോയി ചേർത്തോ? ഇന്നല്ല നാളല്ല മറ്റന്നാൾ എന്ന രീതിയിൽ നിൽക്കുന്ന ഈ ബാങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു കുട്ടിയെ കൊണ്ടുപോയി ചേർത്താൽ നിങ്ങളെ അച്ഛനും അമ്മമാരും തയ്യാറാകുമോ? ഇല്ല. അതുകൊണ്ട് ഈ പൊതുമേഖല നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ലക്ഷ്യമല്ല, ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും കടമയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടുന്നില്ല. നമ്മുടെ ഈ വേജ് റേഷന് വേണ്ടി സ്ട്രൈക്ക് നടത്തി, നമ്മൾ പല രീതിയിൽ സ്ട്രൈക്ക് നടത്തി. 1 അല്ല 10 അല്ല കുറേ പ്രാവശ്യം പല ഘട്ടങ്ങൾ 10, 12, 14 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് നടത്തിയത്. ഈ സ്ട്രൈക്ക് നടക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു ചലനം ഉണ്ടാവെങ്കിലും തിരിച്ച് നമ്മൾ ഈ സ്ട്രൈക്കിലേക്ക് ബന്ധപ്പെട്ട് വരുന്ന തൊഴിലാളികളോട് നമ്മൾ എന്താ സംസാരിക്കുക? നമ്മൾ സ്ട്രൈക്ക് നടത്തണം. തൊഴിലാളികൾ 1 അല്ല 5 പ്രാവശ്യം 6 പ്രാവശ്യം സ്ട്രൈക്ക് നടത്തുമ്പോൾ അവർ തളർന്നു പോകും. അപ്പോൾ നമ്മൾ നേതാക്കന്മാർ നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ നടത്തിയേ പറ്റൂ. കാരണം സ്ട്രൈക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. നമുക്ക് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. നമുക്ക് എന്ത് വേണം? തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് റിവിഷൻ 5 വർഷം കഴിഞ്ഞാൽ റിവിഷൻ കിട്ടുമെന്നുള്ള കാര്യം അത് നമ്മുടെ അവകാശമാണ്, തൊഴിലാളികളുടെ അവകാശമാണ്. അത് ഭരണഘടനയിലുള്ളതാണ്. ആ ഭരണഘടനയിലുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ സമരം ചെയ്തേ പറ്റും. ഈ സമരം ചെയ്തിട്ടില്ല എങ്കിൽ ഈ സമരം ചെയ്യാനുള്ള അവകാശം പോലും അവർ തട്ടിയെടുക്കുമെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ അവസ്ഥ, നമ്മുടെ അവസ്ഥ എന്താന്നുള്ളത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ ഇന്ത്യ, ഈ ഭാരതം അത് സംരക്ഷിക്കുക എന്നത് നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല, പൊതുമേഖല അതുപോലെ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നോക്കി വളർത്തി കൊണ്ടുവരുന്നത് ഇന്ത്യയിലുള്ള എല്ലാ തൊഴിലാളികളുടെയും കൂടാതെ എല്ലാ ആൾക്കാരുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ 50ാം വാർഷികം LICയുടെ 50ാം വാർഷികത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു, എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, സഹാക്കളെ, നമ്മുടെ ഈ പൊതുസമ്മേളനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കൗൺസിൽ യോഗത്തിലൊക്കെ അത്തരം ചർച്ചകളിലൊക്കെ ഉയർന്നു വരും. അവിടെ ആ ചർച്ചയിൽ ഇടപെടാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്നുള്ളതുകൊണ്ട് തന്നെ മറ്റ് വിശദമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. നമുക്കറിയാം, വളരെ സവിശേഷമായ ഒരു ഒത്തുചേരലാണ് ഈ സമ്മേളനം യഥാർത്ഥത്തിൽ വേദിയായിട്ടുള്ളത്. കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ ഈ സംഘടന വളർന്നു വന്ന വഴിയിൽ നമുക്ക് നേതൃത്വം നൽകിയ, നമുക്ക് വഴി കാണിച്ച നിരവധി സഖാക്കളുടെ സാന്നിധ്യമുണ്ട്. ഈ ആദരിക്കൽ ചടങ്ങിന് നോട്ടീസിൽ എഴുതുമ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടതെന്നുള്ളത് ഒരുപാട് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. മുൻകാല നേതാക്കളെ ആദരിക്കൽ, അല്ലെങ്കിൽ മുൻ നേതാക്കളെ, പഴയകാല നേതാക്കളെ എന്നൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ ഇവരൊക്കെയും ഇപ്പോഴും ഈ സംഘടനയുടെ നേതാക്കളാണ് എന്നതുകൊണ്ട് തന്നെ മുൻ നേതാക്കൾ എന്നുള്ള ഒരു പ്രയോഗം അനുചിതമാണ് എന്നുള്ളതുകൊണ്ടാണ് അവസാനം മുൻ ഭാരവാഹികൾ എന്നാക്കി. ഭാരവാഹികൾ എന്നത് ആ ഭാരവാഹിത്വം ഒഴിയുന്നതോടുകൂടി ഇല്ലാതാവും. പക്ഷെ നേതാക്കൾ എന്നുള്ളത് ഇപ്പോഴും തുടരുകയാണ്. ആ നേതാക്കളുടെ ഒരു തുടർച്ച തീർച്ചയായിട്ടും അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ ഇന്ന് കോഴിക്കോട് ഡിവിഷന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് AIയുടെ നേതൃത്വമാണെങ്കിലും സ്വാൾ ഫെഡറേഷൻ നേതൃത്വമാണെങ്കിലും ഇവിടെ സംസാരിക്കുമ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് കോഴിക്കോട് ഡിവിഷൻ എന്ന് ഒരു മടിയുമില്ലാതെ പറയാൻ അവസരമുണ്ടായത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ നേതാക്കളൊക്കെയും അവരുടെ പ്രവർത്തന കാലത്ത് കോഴിക്കോട് ഡിവിഷൻ ഉണ്ടായ ഏറ്റവും സവിശേഷമായ ഒരു അവസരം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു തടസ്സവുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ നേതൃത്വത്തിന്റെ ഒരു തുടർച്ച രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നാം ഇവിടെ ആദരിച്ച ഈ നേതാക്കളൊക്കെയും അവരുടെ പ്രവർത്തന കാലത്ത് അത്തരമൊരു തുടർച്ചയ്ക്കുള്ള വഴി ഉണ്ടാക്കിയിട്ടുണ്ട്, അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇന്ന് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയും കടന്നു വന്നത്. ആ തുടർച്ച തന്നെയാണ് ഒരുപക്ഷെ ഈ നേതാക്കളുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് ഇന്ന് തോന്നുകയാണ്. അതുണ്ടായതുകൊണ്ടാണ് ഈ സംഘടന ഇങ്ങനെ വളർന്നത്.
ഇന്ന് പുതിയൊരു സാഹചര്യത്തെയാണ് നാം നേരിടുന്നത്. വ്യവസായത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. സംഘടനയുടെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും രീതികളിലും സമീപനങ്ങളിലുമൊക്കെ പുതിയ സാഹചര്യത്തിനനുസരിച്ചുള്ള കുറെ മാറ്റങ്ങൾ നിർബന്ധിതമാവുകയാണ്. നമ്മുടെ വ്യവസായവും നമ്മുടെ സംഘടനയും വളർന്നതിന്റെയും അടിത്തറ ഓരോ കാലത്തും സ്വീകരിക്കേണ്ട പുതിയ സമീപനങ്ങൾ, പുതിയ നിലപാടുകൾ സ്വീകരിക്കാൻ മറ്റാരേക്കാളും മുൻനിരയിൽ നിൽക്കാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു എന്നത് തന്നെയാണ്. പുതിയ കാലത്തിനനുസരിച്ച് പുതിയ സമീപനങ്ങൾ സ്വീകരിക്കാൻ, ആ പുതിയ സമീപനങ്ങളിലൂടെ പുതിയ സമരമുഖങ്ങൾ തുറക്കാൻ, ആ സമരമുഖങ്ങളിലൂടെ സ്ഥാപനത്തെയും തൊഴിലാളികളെയും സംരക്ഷിക്കാൻ, അതിലപ്പുറത്തേക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ ഒരു തൊഴിലെടുക്കുന്നതിന്റെ ഉത്തരവാദിത്തം, ഈ പൊതുമേഖലയുടെ ഉത്തരവാദിത്തം അത് നന്നായി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് തന്നെയാണ് നമ്മുടെ വളർച്ചയുടെയും വിജയത്തിന്റെയും അടിസ്ഥാനം. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് പുതിയ ഒരു കാലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിന് കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് ഇന്നത്തെ ഈ പൊതുസമ്മേളനം നമുക്ക് തരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ LIC എംപ്ലോയീസ് കോഴിക്കോട് ഡിവിഷന്റെ മെമ്പർഷിപ്പിന്റെ ഏതാണ്ട് 82% ഇന്നത്തെ ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇവിടെ ഈ ഹാളിൽ ഉള്ളതുപോലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒരു സദസ്സ് നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിൽ ഇതുപോലെ തന്നെ ഈ സമ്മേളന നടപടികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്ത് ആ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും, നമുക്ക് കഴിയുമെന്നുള്ള നല്ല ആത്മവിശ്വാസം പകരുന്ന രീതിയിലേക്ക് ഈ സമ്മേളനത്തെ സമ്പന്നമാക്കിയ ഓരോ സഖാക്കളെയും സൗത്ത് സോൺ ഫെഡറേഷന്റെ പേരിലും ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന്റെ പേരിലും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ വ്യവസായത്തെ സംരക്ഷിക്കാൻ, ഈ സംഘടനയെ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിലപ്പുറത്തേക്ക് നമ്മുടെ ഈ നാട് ഇന്ന് നേരിടുന്ന അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി, വളരെ ഐക്യബോധത്തോടുകൂടി മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ സമ്മേളനം രൂപം കൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന LICയെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങൾ, തൊഴിലെടുക്കുന്നതിന്റെ ഐക്യം തകർക്കുന്ന ആ മേഖലയിലേക്ക് ഭിന്നിപ്പിന്റെ ബീജങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ അപകടങ്ങൾ, സമരങ്ങളും സംഘടനയും ഒക്കെ അനാവശ്യമാണെന്ന് പ്രചരിപ്പിക്കുന്ന അരാഷ്ട്രീയതയുടെ ചില സ്വാധീനങ്ങൾ, അതിനെല്ലാം ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അവിടെ നല്ല ജാഗ്രതയോടുകൂടി കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് നമുക്ക് നേരെ വരുന്ന ഓരോ ശത്രുവിനെയും അതിനെ ശത്രുവായി കാണാനും പുതിയ മിത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സമരമുഖങ്ങളെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു വേദിയായി ഈ സമ്മേളനത്തെ മാറ്റണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ സമ്പന്നമാക്കിയ അവരുടെ സാന്നിധ്യം കൊണ്ട് കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഓർമ്മകളുണ്ട് ഇതിനെ സമ്പന്നമാക്കിയ നമ്മുടെ ആദ്യകാല നേതാക്കളെയും പ്രവർത്തകരെയും നമ്മുടെ മുൻകാല ഭാരവാഹികളെയും ഒരിക്കൽ കൂടി തുടർന്നും ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവരുടെ സാന്നിധ്യം നമുക്കുണ്ടാകുമെന്ന് വളരെ ആത്മാർത്ഥമായും ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും അവരെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ സേവനങ്ങളെ ഈ സംഘടനയ്ക്ക് വിട്ടുതന്ന അവരുടെ കുടുംബാംഗങ്ങളിൽ ഒട്ടേറെ പേർ ഇന്ന് നമ്മളോടൊപ്പം ഈ സമ്മേളനത്തിലുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഒരു പങ്ക്, അവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന സമയത്ത് ഈ നേതാക്കളെ നമുക്ക് തന്ന അവരുടെ പങ്കിന് വളരെ ആഹ്ലാദപൂർവ്വം, വളരെ അഭിമാനപൂർവ്വം നമുക്ക് അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട്. അവരുടെ സാന്നിധ്യത്തെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തെ വിജയിപ്പിച്ച മുഴുവൻ സഹാക്കളെയും സംഘടനയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നും നാളെയുമുള്ള ഈ സമ്മേളനത്തെ കൃത്യമായ ചർച്ചകളിലൂടെ, ശരിയായ വിശകലനങ്ങളിലൂടെ, ഏറ്റവും ശരിയായ തീരുമാനങ്ങളിലൂടെ സമ്പുഷ്ടമാക്കാനും വിജയിപ്പിക്കാനും നമുക്ക് കഴിയണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. സഹാക്കളെ, പൊതുസമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്. കാര്യമായ 2 കാര്യങ്ങളാണ് ചെയ്യാതിരുന്നിട്ടുള്ളത് എന്ന് ചേർന്ന് തോന്നുന്നു. ഒന്ന്, ഇവിടെ ആദരിക്കപ്പെട്ട നമ്മുടെ മുൻ ഭാരവാഹികൾക്കൊക്കെ തന്നെ ഇവിടെ വന്ന് സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ സുവർണ ജൂബിലി വർഷത്തിലാണ്. ഇനി വരുന്ന ഒരു വർഷക്കാലം വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബസംഗമങ്ങൾ ഉൾപ്പെടെ നമ്മൾ വീണ്ടും നടത്തും. അന്നൊക്കെ തന്നെ ഈ വന്നിട്ടുള്ള നമ്മുടെ സഖാക്കളെ ഒക്കെ തന്നെ ശ്രവിക്കാൻ നമ്മളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവും. സമയപരിമിതി പരിഗണിച്ചുകൊണ്ട് ആ ഒരു കുറവ് ക്ഷമിക്കണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഡിവിഷനുകളിൽ നിന്ന് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും ഈ രീതിയിലൊരു അവസരം നൽകിയിട്ടില്ല. അതിനും ക്ഷമ ചോദിക്കുകയാണ്. കൂടുതലായി അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സമ്മേളനത്തിന് നന്ദി പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ ജോയിന്റ് സെക്രട്ടറി സഖാവ് MJ ശ്രീരാമനോട് അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയമുള്ള സഖാക്കളെ, LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ സുവർണ ജൂബിലി സമ്മേളനമാണ്.
ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ AIയുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ഡിവിഷനിലെ 82% ജീവനക്കാർ ഇന്നത്തെ ഈ 50ാം വാർഷിക സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ താഴത്ത് നോക്കി, 443 പേര് ഒപ്പിട്ടിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ ഒപ്പിടാതെ പോയിട്ടുമുണ്ട്. ഏകദേശം 500ഓളം ആളുകൾ ഈ ഹാളിലും റൂഫ് ടോപ്പ് ഹാളിലുമായിട്ട് ഈ പൊതുസമ്മേളന പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ പോരാട്ടത്തിൻ്റെ വീര്യം തന്നെയാണ്. ഈ പൊതുസമ്മേളനം വമ്പിച്ച വിജയമാക്കിയ ഓരോരുത്തരെയും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന് വേണ്ടി ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൻ്റെ 50ാം വാർഷിക സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീകാന്ത് മിശ്രയാണ്. അദ്ദേഹത്തിന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓൺ ബിഹാഫ് ഓഫ് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ, ഐ താങ്ക് Comrade Srikanth Misra for inaugurating the Golden Jubilee Year Conference of LIC Employees Union Kozhikode Division. Thank you, Comrade. ഇവിടെ സുവർണ ജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇവിടെ നമ്മൾ മുൻകാല ഭാരവാഹികളെ ആദരിച്ചു. ഈ പൊതുസമ്മേളനം ധന്യമാക്കിയത് അവരാണ്. നിരവധി ആൾക്കാരെ നമ്മൾ വീട്ടിൽ പോയി കണ്ടു. പലർക്കും വരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. 13ഓളം മുൻ ഭാരവാഹികളാണ് ഇവിടെ വന്നത്. സഖാവ് KKC, സഖാവ് ഭാസ്കരേട്ടൻ, സഖാവ് കുഞ്ഞിഷേട്ടൻ, സഖാവ് കാസ്മിക, PVR എന്ന് വിളിക്കുന്ന നമ്മുടെ PV രവീന്ദ്രൻ, AVS എന്ന് വിളിക്കുന്ന AVS പണിക്കർ, മൂസ് മാമ, C നാരായണൻ, PN സുകുമാരൻ, മാമേട്ടൻ, നമ്പീശേട്ടൻ, സുനിൽ സദാനൻ, കൃഷ്ണണ്ണേട്ടൻ, വിലാസിനിയച്ചി, ഇവരൊക്കെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരാണ് ഈ പൊതുസമ്മേളനത്തെ കൂടുതൽ ധന്യമാക്കിയത്. അവരോരോരുത്തരെയും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അവരോരോരുത്തരെയും LIC എംപ്ലോയീസ് യൂണിയൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളെ ഇവർ ക്ഷണിക്കാൻ പോയപ്പോൾ എല്ലാവരോടും ഫാമിലി മെമ്പേഴ്സിനെയും ക്ഷണിച്ചിരുന്നു. പക്ഷേ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അവർ തന്നെത്താനെ വന്നോളാന്ന് പറഞ്ഞു. അവരെ കുടുംബാംഗങ്ങൾ തന്നെ അവരെ ഇവിടെ കൂട്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അവരെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. KKCയുടെ ഭാര്യ പ്രഭ KKC, മാമേട്ടൻ്റെ ഭാര്യ ആനി മാമൻ, കാസ്മിക്കയുടെ ഭാര്യ ഫാത്തിമ ടീച്ചർ, നമ്മുടെ AVS പണിക്കരുടെ മകൻ ശശി, AP സുനിൽ സാറിൻ്റെ മകൻ ശങ്കരാനന്ദ്, അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ അവിടെ ഇവിടെയായിട്ട് ഇരിക്കുന്നുണ്ട്. അവരോരോരുത്തരെയും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവരെ കൊണ്ടാക്കിയ പല ആളുകളും വന്ന് പോയിട്ടുണ്ട്. അവർക്ക് മറ്റു കാര്യങ്ങൾ കൊണ്ട് അവരെല്ലാം തന്നെ അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള സഖാക്കളുടെ അവർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷനെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പൊതുസമ്മേളനത്തിൽ LIC ഓഫ് ഇന്ത്യ കോഴിക്കോട് ഡിവിഷൻ്റെ സീനിയർ ഡിവിഷൻ മാനേജർ PV ശശീന്ദ്രൻ സാർ സംസാരിച്ചു. ശശീന്ദ്രൻ സാറോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. CITU കോഴിക്കോട് ജില്ലയുടെ സെക്രട്ടറി സഖാവ് CP സുലൈമാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. AIയുടെ വൈസ് പ്രസിഡന്റ് സഖാവ് PP കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സഖാവ് M ഗിരിജ, SDIFന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സെന്തിൽ കുമാർ, ഓൾ ഇന്ത്യ ഇൻഷുറൻസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സഖാവ് കുഞ്ഞിഷേട്ടൻ എന്നിവർ നമ്മളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇവരോരോരുത്തർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. സഹോദര സംഘടനാ നേതാക്കൾ കോൺഫെഡറേഷന്റെ സഖാവ് ജയനേന്ദ്രകുമാർ, FSCTയുടെ സഖാവ് സതീഷ് കുമാർ, ബെഫിയുടെ സഖാവ് മോഹനൻ, BSN എംപ്ലോയീസ് യൂണിയന്റെ സഖാവ് KV ജയരാജൻ, LICPയുടെ സഖാവ് TV വേണുഗോപാൽ, LIC ക്ലാസ് 1 ഓഫീസേഴ്സ് അസോസിയേഷന്റെ സഖാവ് VK ദിലീപ്, NFIWയുടെ സഖാവ് PP ജയരാജൻ, KSJയുടെ സഖാവ് P അബീഷ്, സെക്യൂരിറ്റീസ് ആൻഡ് ലേബർ കോൺട്രാക്ട് വെൽഫെയർ വർക്കേഴ്സ് യൂണിയൻ CITU LIC സെക്ഷന്റെ നമ്മുടെ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയുടെ സെക്രട്ടറി സഖാവ് ദിനേശൻ, ഇവരോരോരുത്തർക്കും LIC അവരെല്ലാവരും തന്നെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അവരോരോരുത്തർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ പൊതുസമ്മേളനത്തിൽ തൃശ്ശൂർ ഡിവിഷന്റെ ജനറൽ സെക്രട്ടറി സഖാവ് ദീപക്, ജോയിന്റ് സെക്രട്ടറിമാരായ വിനോദ്, ബാബു, കോട്ടയം ഡിവിഷന്റെ ഭാരവാഹികളായ സുരേഷ്, ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. അവർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിരവധി ക്ലാസ് 1 ഓഫീസർ സുഹൃത്തുക്കൾ, ക്ലാസ് 2 ഡെവലപ്മെന്റ് ഓഫീസറുടെ സുഹൃത്തുക്കൾ, LIC പെൻഷനേഴ്സ് ഓഫീസേഴ്സിന്റെ സഖാക്കൾ, GAC പെൻഷനേഴ്സ് യൂണിയനിലെ സഖാക്കൾ,
ഡെയിലി വേസ് ജീവനക്കാർ, CATUവിൻ്റെ നിരവധി സഹാക്കൾ ഇവരെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. അവരോരോരുത്തർക്കും LIC എംപ്ലോയീസ് യൂണിയന്റെ പ്രദീപ് ശങ്കർ ഇവിടെ നിന്ന് പോയ ആളാണ്. പ്രദീപ് ശങ്കർ തൃശ്ശൂർ ഡിവിഷന്റെ ജോയിന്റ് സെക്രട്ടറി പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുകയാണ്. ബ്രേക്ക് ഒന്ന് എവിടെയും ഇനി നന്ദി പറയാനുള്ള നമ്മുടെ 26 യൂണിറ്റിലെ നമ്മുടെ സഖാക്കളാണ്. 82% നമ്മുടെ മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട്. പല ആളുകളും ഒരുപാട് ആരോഗ്യ കാരണങ്ങൾ വരാൻ പറ്റാത്ത സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. LIC എംപ്ലോയീസ് യൂണിയന്റെ 26 യൂണിറ്റിലെയും സഖാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോരോരുത്തർക്കും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. LIC പെൻഷൻ അസോസിയേഷന്റെ നിരവധി സഖാക്കൾ വന്നിട്ടുണ്ട്. അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി FB ലൈവായിട്ട് പോകുന്നുണ്ട്. അതിന് പ്രയത്നിച്ച ജിഷിൻ ആൻഡ് ടീമിന് LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ കൃഷ്ണനെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇതിലും കൂടുതൽ ആൾക്കാർ മുകളിലിരിക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ പരിപാടി നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത്, കോഴിക്കോട് ഡിവിഷൻ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ എന്താണോ ഉദ്ദേശിച്ചത് അതിനെ കവച്ചു വയ്ക്കുമാറാണ് നല്ല രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ യൂണിറ്റുകളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മുകളിൽ ഇത് LED സ്ക്രീൻ വഴി ഇത് നമ്മുടെ സഖാക്കളിൽ എത്തിക്കുന്ന ആ LED-ന്റെ ടീമിന് നന്ദി രേഖപ്പെടുത്തിയാണ്. ഒരിക്കൽ കൂടി ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി നിയന്ത്രിച്ച LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷന്റെ പ്രസിഡന്റ് സഖാവ് K. ബാലചേട്ടനും സ്വാഗതം പറഞ്ഞ സഖാവ് IK ബിജുവിനും LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഒരാൾക്ക് നന്ദി പറയാൻ വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ അനൗൺസർ നമ്മുടെ തന്നെ സഖാവാണ്. നമ്മുടെ മുൻ ഭാരവാഹികളെ ആദരിക്കാൻ വേണ്ടി അവരെ പരിചയപ്പെടുത്തിയത് നമ്മുടെ LIC ബ്രാഞ്ച് 1-ലെ നമ്മുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ജനറൽ കൗൺസിൽ മെമ്പറുമായ സഖാവ് H. രൂപയാണ്. അവരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ആദരിക്കപ്പെട്ടിട്ടുള്ള സഖാക്കൾ അവരുടെ കുടുംബാംഗങ്ങളും നമുക്ക് 1-2 ഫോട്ടോ കൂടി എടുക്കാനുണ്ട്. അവർ ഇവിടെ തന്നെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭക്ഷണത്തിന് പിരിയുകയാണ്. കൃത്യം 2:45 നമ്മുടെ ജനറൽ കൗൺസിൽ യോഗം ആരംഭിക്കും. ഭക്ഷണം നോൺ വെജ് ഇതിൻ്റെ മേലെയും വെജിറ്റേറിയൻ ഭക്ഷണം താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.